لله رب العالمين، الصلاة والسلام على رسوله الأمين وعلى آله وأصحابه الطيبين الطاهرين ومن تبعهم بإحسان إلى يوم الدين. صلى الله عليك يا سيدي يا رسول الله، خذ بيدي قلت حياتي وأنت وسيلتي يا حبيب الله. സർവ്വധനരായ ഉസ്താദുമാരെ, സഹോദരങ്ങളെ, വിദ്യാർത്ഥി സുഹൃത്തുക്കൾ, ഈ സമയത്ത് നല്ല ഒരു മജ്‌ലിസിൽ ഇരിക്കാൻ കഴിയുക എന്നത് വലിയ ഒരു നിയോഗമാണ്. നബി സല്ലല്ലാഹു അലൈഹി വആലിഹി വഅസ്ഹാബിഹി വസല്ലമ തങ്ങൾ നമ്മുടെ കയ്യിൽ ഏൽപ്പിച്ച ചില ദൗത്യങ്ങൾ ഒരു മുസ്ലിമായ മനുഷ്യൻ ഒരു സമൂഹത്തിൽ ജീവിക്കുമ്പോൾ അവൻ ഉൾക്കൊള്ളുകയും ചെയ്തു തീർക്കുകയും ചെയ്യേണ്ട പല ദൗത്യങ്ങളുണ്ട്. സയ്യിദുൽ ബശർ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മെ ഓർമ്മപ്പെടുത്തിയിട്ടുണ്ട്. അതിലെ ഒന്ന് രണ്ട് കാര്യങ്ങൾ മാത്രം പറഞ്ഞുകൊണ്ട് ഇൻഷാ അല്ലാഹ് നമുക്ക് അവസാനിപ്പിക്കാം. ഒന്നാമതായി, ഒരു വിശ്വാസി അവന്റെ വിശുദ്ധമായ മതത്തെ കുറിച്ച് ബോധമുള്ളവനായി. ഞാൻ നിങ്ങളുമെല്ലാം അള്ളാഹുവിന്റെ വിശുദ്ധമായ ദീനിന്റെ അനുയായികളാണ്. ആ അനുയായികളായ നമുക്ക് അള്ളാഹുവിന്റെ ദീനിനെ കുറിച്ചുള്ള വിവരവും ബോധവും ഉണ്ടാകും. അപ്പോഴേ യഥാർത്ഥത്തിൽ പ്രാക്ടിക്കലി ഒരു മുസ്ലിം സമൂഹം ഇവിടെ രൂപപ്പെടുകയുള്ളൂ. അല്ലാഹു തആല നിസ്കരിക്കണമെന്ന് പറഞ്ഞു. ആ നിസ്കാരം ഇവിടെ നിലനിൽക്കണമെങ്കിൽ നിസ്കരിക്കുന്ന ആളുകൾ ഉണ്ടാകണം. അല്ലെങ്കിൽ നിസ്കാരം ഒരു സിദ്ധാന്തമായി ഏടുകളിൽ കിടക്കുമെന്നല്ലാതെ പ്രായോഗികമായി ഇസ്ലാം നടപ്പിലാവുകയില്ല. അതുപോലെ ഹജ്ജ് ചെയ്യണമെന്ന് അല്ലാഹു തആല പറഞ്ഞു. വഅദ്ദിൻ ഫിന്നാസി ബിൽ ഹജ്ജി യഅതൂക റിജാലൻ വഅലാ കുല്ലി ളാമിരിൻ യഅതീന മിൻ കുല്ലി ഫജ്ജിൻ അമീഖ്. ഹജ്ജിലേക്ക് ഇബ്രാഹിം നബി അലൈഹിസ്സലാമിനെ കൊണ്ട് വിളിപ്പിച്ചു. അവിടേക്ക് ലക്ഷങ്ങൾ മുടക്കി ആളുകൾ ചെന്ന് ഈ പവിത്രമായ ദിനങ്ങളെ നോക്കിയിരുന്ന് കർമ്മങ്ങൾ ചെയ്യുമ്പോഴേ പ്രാക്ടിക്കലി ഹജ്ജ് നിലനിൽക്കുകയുള്ളൂ. ആരും അങ്ങോട്ട് പോയില്ലെങ്കിൽ ഹജ്ജ് ഇവിടെ ഉണ്ടാവും? ഇല്ല. അതുപോലെ നോമ്പ് നിലനിൽക്കണമെങ്കിൽ അനുഷ്ഠിക്കുന്നവരുണ്ടാകണം. ഇതുപോലെയാണ് അള്ളാഹുവിന്റെ മതം ഇവിടെ നിലനിൽക്കണമെങ്കിൽ ആ ദീൻ അനുസരിക്കുകയും പാലിക്കുകയും ചെയ്യുന്ന ആളുകൾ ഇവിടെ ഉണ്ടാകണം. അപ്പോഴേ ഇസ്ലാം ഇവിടെ ഉണ്ടാവും. അപ്പൊ ഈ ഇസ്ലാം എന്ന് പറഞ്ഞാൽ കേവലം ഏതെങ്കിലും ഒരു മേഖലയിൽ പരിമിതപ്പെട്ടതല്ല. ചില മതങ്ങളിൽ അവരുടെ വീടുകളിൽ വെച്ചിരിക്കുന്ന പ്രതിഷ്ഠയ്ക്ക് മുമ്പിൽ കൈകൂപ്പിയാൽ അവരുടെ മതത്തോടുള്ള കടപ്പാട് കഴിഞ്ഞു. ചില മതങ്ങളിൽ അവരുടെ ആരാധനാലയങ്ങളിൽ പോയി പ്രതിഷ്ഠയ്ക്ക് മുമ്പിൽ പ്രണാമം അർപ്പിച്ചാൽ അവരുടെ മതത്തോടുള്ള കടപ്പാട് കഴിഞ്ഞു. ചില മതങ്ങളിൽ അവരുടെ പുരോഹിതന്മാരോട് പോയി സങ്കടങ്ങൾ പറയുകയോ ആവശ്യങ്ങൾ അറിയിക്കുകയോ വിധേയത്വം കാണിക്കുകയോ ചെയ്താൽ ആ മതത്തിലെ മതകീയമായ ബാധ്യത കഴിഞ്ഞു. ഇവിടെ ഇസ്ലാം അങ്ങനെയല്ല. ഇസ്ലാം ഒരു മനുഷ്യ ജീവിതത്തിന്റെ സമ്പൂർണമായ വ്യവസ്ഥിതിയാണ്. എ കംപ്ലീറ്റ് കോഡ് ഓഫ് ലൈഫ്. ജീവിതത്തിന്റെ സമ്പൂർണമായ പദ്ധതിയാണ് ഇസ്ലാം. അത് മാത്രമല്ല, ലിയോപോൾഡ് വെയ്സ് എന്ന് പറയുന്ന മിഡിൽ ഈസ്റ്റിൽ പത്രപ്രവർത്തകനായി കടന്നു ചെന്ന് അവസാനം മുഹമ്മദ് അസദ് എന്ന് പേര് സ്വീകരിച്ച് ഇസ്ലാം ആശ്രയിച്ച ആദ്യകാല ലിയോപോൾഡ് വെയ്സ്, പിൽക്കാല മുഹമ്മദ് അസദ്, അദ്ദേഹത്തിന്റെ ഇസ്ലാം അറ്റ് ദി ക്രോസ് റോഡ്സ് എന്ന പുസ്തകം പരിശോധിച്ചാൽ കാണാം ആധുനിക യുഗത്തിലെ വെസ്റ്റേൺ കൾച്ചറും ആദ്യം തന്നെയുള്ള ഇസ്ലാമിക് കൾച്ചറും തമ്മിൽ എ ഫണ്ടമെന്റൽ മിസ്റ്റേക്ക്. വെസ്റ്റേൺ കൾച്ചറിന് ഒരു അടിസ്ഥാനപരമായ മിസ്റ്റേക്ക് സംഭവിച്ചിട്ടുണ്ട്.
അവരെന്താണ് ചെയ്തത്? They measured the non-biological system as biological. അവർ ജീവശാസ്ത്രപരമല്ലാത്ത ഒരു വിഷയത്തെ ജീവശാസ്ത്രപരമായി അവർ ചികിത്സിക്കാൻ തുടങ്ങുകയും മനുഷ്യനെ നിരീക്ഷിച്ചപ്പോൾ അവനെ മെറ്റീരിയലായി മാത്രം കാണുകയും ചെയ്തു. കേവലം ഒരു ശാരീരിക ഉപകരണം മാത്രമായി കാണാനേ വെസ്റ്റേൺ കൾച്ചറിന് കഴിഞ്ഞിട്ടുള്ളൂ. അതുകൊണ്ട് അവർക്ക് മനുഷ്യന്റെ ആത്മാവിനെ സമുദ്ധരിക്കാൻ കഴിയില്ല എന്ന് അദ്ദേഹം പുസ്തകത്തിൽ പറയുന്നു. അപ്പൊ ഞാൻ വിശാലമായി കിടക്കുകയല്ല. ഇപ്പൊ ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം കേവലമായ ചില ആചാരങ്ങളുടെയോ ആരാധനകളുടെയോ പരിധിയിൽപ്പെടുന്നതല്ല ഇസ്ലാമിനോടുള്ള വിധേയത്വം. പിന്നെ എങ്ങനെയാണ് ഇസ്ലാം ഉണ്ടാകുന്നത്? ഒരു മനുഷ്യന്റെ പേഴ്സണൽ, സോഷ്യൽ, പ്രൈവറ്റ് ആൻഡ് പബ്ലിക് ലൈഫ്, അവന്റെ ജീവിതത്തിന്റെ എല്ലാ തലങ്ങളിലും ഇസ്ലാമിക് റെസ്ട്രിക്ഷൻസ് ആൻഡ് ഇൻസ്ട്രക്ഷൻസ്, ഇസ്ലാമിന്റെ നിർദ്ദേശങ്ങളും നിയന്ത്രണങ്ങളും പാലിക്കുമ്പോഴാണ് ഇസ്ലാം പ്രാക്ടിക്കലി, പ്രായോഗികമായി ഇവിടെ ഉണ്ടാവുന്നത്. ഇസ്ലാം ഇവിടെ പ്രായോഗികമായി ഉണ്ടാകണമെങ്കിൽ ജീവിതത്തിന്റെ ഓരോ മേഖലകളിലും ഇസ്ലാം അനുശാസിച്ച നിയമങ്ങളെയും നിർദ്ദേശങ്ങളെയും നിയന്ത്രണങ്ങളെയും പാലിക്കുമ്പോഴാണ് ഇസ്ലാം ഇവിടെ ഉണ്ടാവുന്നത്. അപ്പൊ മുസ്ലിമീങ്ങളായ നാം നമ്മുടെ ജീവിതത്തിന്റെ ഓരോ തലത്തിലും ഇസ്ലാം എന്ന് പറഞ്ഞു. വാട്ട് ദ ഇസ്ലാം സെഡ്, ഇസ്ലാം എന്താണ് നമ്മളോട് പറഞ്ഞത് എന്ന ഒരു ക്വസ്റ്റ്യൻ ആയിരിക്കണം ഒരു മുസ്ലിമിനെ നിയന്ത്രിക്കേണ്ടത്. അങ്ങനെ ഒരു വ്യക്തി ജീവിതത്തിന്റെ രാവിലെ മുതൽ വൈകുന്നേരം വരെ, തുടക്കം മുതൽ ഒടുക്കം വരെ ഇസ്ലാമിക നിഷ്ഠകളെയും നിയമങ്ങളെയും പാലിക്കുമ്പോഴാണ് ഒരു മുസ്ലിം സൊസൈറ്റി, ഒരു ഇസ്ലാമിക മഹല്ല്, ഒരു ഇസ്ലാമിക ജീവിതം ഇവിടെ ഉണ്ടാവുക. അതിന് ഒന്നാമതായി എനിക്കും നിങ്ങൾക്കും വേണ്ടത് എന്താണ്? ഇസ്ലാമിനെ കുറിച്ചുള്ള പ്രൈമറി നോളജ്, പ്രാഥമികമായ പരിജ്ഞാനം എനിക്കും നിങ്ങൾക്കും ഉണ്ടാകും. അപ്പോഴാണ് ഒരു മുസ്ലിമായി ജീവിക്കാൻ കഴിയില്ല. ഉദാഹരണം പറയാം. നാം രാവിലെ വീട്ടിൽ നിന്നിറങ്ങി, ഞാനൊരു ബിസിനസ്സുകാരനാണ്. എന്റെ ബിസിനസ് ലൈഫിൽ ഇസ്ലാം എന്തെങ്കിലും നിർദ്ദേശങ്ങൾ പറഞ്ഞിട്ടുണ്ടോ? ഇല്ലേ. എനിക്കറിഞ്ഞെങ്കിൽ മാത്രമേ ഒരു മുസ്ലിം ബിസിനസ്സുകാരനാകാൻ എനിക്ക് കഴിയുകയുള്ളൂ. അവിടെ ഇസ്ലാം പറഞ്ഞ നിയമങ്ങൾ എത്രയാണ്? 25ഓളം നിയന്ത്രണങ്ങൾ ഒരു കച്ചവടക്കാരൻ അവന്റെ ജീവിതത്തിൽ പാലിക്കേണ്ടതുണ്ട്. ഞാൻ പറയുന്ന എണ്ണം കൃത്യമായ ഒരു ഓർമ്മ നിശ്ചയിച്ചുകൊണ്ടല്ല, അത്രത്തോളം നിയമങ്ങൾ ഇസ്ലാം പഠിപ്പിക്കുന്നുണ്ട്. ഒന്ന്, അയാളുടെ കച്ചവടത്തിൽ അയാൾ വഞ്ചന പാടില്ല, പൂഴ്ത്തിവെപ്പ് പാടില്ല, കരിഞ്ചന്ത പാടില്ല, പലിശ പാടില്ല. അങ്ങനെ തുടങ്ങി ഒരാൾ അവന്റെ കച്ചവടവുമായി ബന്ധപ്പെട്ട് പോകുമ്പോൾ പാലിക്കേണ്ട ഇസ്ലാമികമായ നിഷ്ഠ അവൻ അറിയുകയും പാലിക്കുകയും, ഇസ്ലാമിക ശരീഅത്ത് ഒരു കച്ചവടം അതിന്റെ നിയമവും നിയന്ത്രണവും അനുസരിച്ചാകണമെങ്കിൽ എങ്ങനെ ആകണം എന്ന പരിജ്ഞാനം ഉണ്ടെങ്കിലേ ഒരു മുസ്ലിം കച്ചവടക്കാരനായി മാറാൻ നമുക്ക് കഴിയും. ഇതുപോലെ ഒരു കർഷകൻ, അവൻ ഇസ്ലാമികമായ കാഴ്ചപ്പാടുണ്ട്. കാരണം ഇസ്ലാം എന്ന് പറഞ്ഞാൽ പള്ളിയിൽ ആരാധനയുമായി കൂടുന്ന, പള്ളിയിൽ ഇബാദത്ത് മാത്രമായി കൂടുന്ന ഒരു സംഘത്തിന്റെ മതമല്ല ഇസ്ലാം. ബഹുമാനപ്പെട്ട സയ്യിദുൽ വറ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സംസാരിക്കുന്നത് കാണാം. ഒരാളോട് പള്ളിയിൽ അവിടുത്തെയുടെ കൂടെ ജീവിക്കുന്ന മുതഅല്ലിമായ അബൂ ഹുറൈറ അബ്ദുറഹ്മാൻ ഇബ്നു സഖ്ർ റളിയല്ലാഹു അൻഹുവിനോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, അല്ലയോ അബൂ ഹുറൈറ, വിത്ർ നിസ്കരിക്കാതെ ഉറങ്ങാൻ പാടില്ല. അവ മുതഅല്ലിമായി പള്ളിയിൽ ജീവിക്കുന്ന ഒരു അനുയായിയോട് കൊടുക്കുന്ന നിർദ്ദേശം, സുന്നത്ത് നിസ്കാരമാകുന്ന വിത്ർ നഷ്ടപ്പെട്ടു പോകാൻ ഒരിക്കലും പാടില്ല, അതിന് കൃത്യമായ നിഷ്ഠ പാലിക്കണമെന്ന നിർദ്ദേശമാണ്. അതേ പ്രവാചക പ്രഭു സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ഒരു സ്വഹാബി വരുന്നു, ഒരു അറാബി വരുന്നു, ഗ്രാമീണനായ ഒരു മനുഷ്യൻ വരുമ്പോഴോ അയാളെ ഗ്രാമത്തിൽ വസിക്കുന്ന ഒരു സാധാരണക്കാരനാണ്. അയാൾ പെട്ടെന്ന് ഓടി ഇങ്ങോട്ട് വന്നു. അതിന്റെ ചില നിവേദനങ്ങൾ കാണാം. അയാളുടെ ശബ്ദത്തിന്റെ മുഴക്കം ഞങ്ങൾ കാണുന്നുണ്ട്. എന്താണ് അയാൾ പറയുന്നത് ഞങ്ങൾക്കറിയില്ല. അത്രയും ഒരു ഗ്രാമീണമായ ഒരാൾ കൂടി വന്നു. വന്നിട്ട് ചോദിക്കുകയാണ്, അല്ലയോ പ്രവാചക പ്രഭു സല്ലല്ലാഹു അലൈഹി വസല്ലം, ഇമാം ബുഖാരി, ഇമാം മുസ്ലിം ഒക്കെ ഉദ്ധരിച്ച ഹദീസാണ്. ചോദിക്കുകയാണ്, നബിയെ, അവിടുന്ന് ഞാൻ പാലിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്? ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹ്, ഫണ്ടമെന്റൽ ബിലീഫ്, അടിസ്ഥാന വിശ്വാസം.
പിന്നീട് ഞാൻ പാലിക്കേണ്ടത് എന്താണ്? 5 നേരത്തെ നിസ്കാരം നീ നിർവഹിക്കണം. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളോട് പറയാ, അതിനപ്പുറം ഇനി വല്ലതുണ്ടോ? 5 നേരത്തെ നിസ്കാരത്തിന് അപ്പുറം വല്ലതുണ്ടോ? അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഇല്ല അൻ തതവ്വ, നിനക്ക് വേണമെങ്കിൽ സുന്നത്ത് നിസ്കരിക്കാം. സകാത്ത് കൊടുക്കുന്ന വിഷയം പറഞ്ഞു. നിർബന്ധമായ സകാത്ത് കൊടുക്കാൻ നിർദ്ദേശം പറഞ്ഞപ്പോൾ ആ സ്വഹാബി പറയാണ്, ഇതിനപ്പുറം വല്ലതുണ്ടോ? സുന്നത്തായിട്ട്, ഐച്ഛികമായിട്ട്, ഓപ്ഷണലായിട്ട് വേണമെങ്കിൽ നിനക്ക് ചെയ്യാം. പിന്നീട് ചോദിച്ചു, നോമ്പ്, റമദാൻ മാസത്തിലെ നോമ്പല്ലേ ഉള്ളൂ, അതേ ഉള്ളൂ, അതിനപ്പുറം വല്ല വേണ്ടി പറയുന്നോട്? ഇല്ല, വേണമെങ്കിൽ സുന്നത്ത് അനുഷ്ഠിക്കാം. ഇങ്ങനെ ഇദ്ദേഹം പറഞ്ഞു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, 5 നേരത്തെ നിസ്കാരം, റമദാനിലെ നോമ്പ്, നിർബന്ധ സകാത്ത്, ഇത്തരം കാര്യങ്ങൾ പറഞ്ഞു കഴിഞ്ഞപ്പോൾ അദ്ദേഹം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് പറഞ്ഞു, ലാ അസീദു വലാ അൻഖുസു അലാ ദാലിക യാ റസൂലല്ലാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലം, ഞാൻ ഈ പറഞ്ഞ നമ്മൾ ചെയ്യും, അതിന്റെ അപ്പുറത്തേക്ക് ഞാനൊന്നും ചെയ്യില്ല. അദ്ദേഹം പോയപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, അദ്ദേഹം നിസ്കരിക്കാത്തതുകൊണ്ട് നരകത്തിൽ പോകുന്നില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, അഫ്ലഹ റജുലു ഇൻ സദഖ, അഫ്ലഹ റജുലു ഇൻ സദഖ. വ്യത്യസ്ത നിവേദനങ്ങൾ മിശ്കാത്തിൽ തന്നെയുണ്ട്. അവർ ചുരുക്കി പറഞ്ഞാൽ അയാൾ വിജയിച്ചു, അയാൾ സ്വർഗവാസിയാണ്. വേറൊരു നിവേദനത്തിൽ കാണാം, നിങ്ങൾക്ക് സ്വർഗത്തിലായ ഒരാളെ കാണണമെങ്കിൽ അയാളെ കണ്ടോളൂ, അയാൾ സ്വർഗത്തിലാണ്. അപ്പോൾ പരിശുദ്ധമായ ഇസ്ലാം എന്ന് പറയുന്നത് സമൂഹത്തിന്റെ നാനാതുറയിലും ജീവിക്കുന്ന ആളുകളെ ഉൾക്കൊള്ളുന്ന സാർവജനീനമായ, സാർവകാലികമായ, സർവതലത്തെയും സ്പർശിക്കുന്ന സമ്പൂർണമായ ജീവിത വ്യവസ്ഥിതിയാണ് ഇസ്ലാം. അവരുടെ നിസ്കാരം അങ്ങനെ. ഒരു മിലിറ്ററിയിൽ ജോലി ചെയ്യുന്നവർ രാഷ്ട്ര സുരക്ഷയ്ക്കോ സമൂഹ സുരക്ഷയ്ക്കോ വേണ്ടി പടക്കളത്തിൽ നിൽക്കുമ്പോൾ അയാൾ എങ്ങനെ നിസ്കരിക്കണം? ഇസ്ലാമിന് വ്യക്തമായ കാഴ്ചപ്പാടുണ്ട്. വിശാലമായി പറയേണ്ടതാണ്, സമയത്തിന്റെ പരിമിതി ഞാൻ പാലിക്കുന്നു. അവ ചുരുക്കി പറഞ്ഞാൽ, ഇങ്ങനെ സമൂഹത്തിന്റെ ഓരോ തരത്തിലും ഉള്ള ആളുകൾക്ക് സ്വീകരിക്കാനും പഠിക്കാനും മനസ്സിലാക്കാനുമുള്ള ഇസ്ലാമിനെ ഓരോ വിശ്വാസിയും അവന്റെ പ്രാഥമികമായ ഇസ്ലാമിക പരിജ്ഞാനം കരസ്ഥമാക്കിയെങ്കിലേ അവന് മുസ്ലിമായി ജീവിക്കാൻ പറ്റും. അതുകൊണ്ടാണ് ഒരാൾ ആണാകട്ടെ പെണ്ണാകട്ടെ അല്ലാഹുവിന്റെ പരിശുദ്ധമായ മതം പഠിക്കൽ അവന് നിർബന്ധമാണ്. എന്നാലേ അവൻ മതകീയനായി മാറുള്ളൂ. അല്ലാതെ കേവലമായ ഒരു മുസ്ലിം കുടുംബത്തിൽ ജനിച്ച് ഒരു മുസ്ലിമായി ജീവിച്ചു എന്ന് അവകാശപ്പെട്ടതുകൊണ്ട് മാത്രമായില്ല. ഇസ്ലാം എന്ന് പറഞ്ഞു എന്ന ബോധം ഓരോ മുസ്ലിമിന്റെയും മനസ്സിലുണ്ടാകണം. അതുണ്ടാകണമെങ്കിൽ എന്ത് വേണം? 2 തലങ്ങളിൽ പ്രവർത്തിക്കണം. ഒന്ന്, സാധാരണക്കാരായ ആളുകൾ മതം പഠിക്കണമെന്ന വകതിരിവിലേക്ക് വരണം. ഞാൻ ഇങ്ങനെ പോയാൽ പോരാ, എനിക്ക് എത്രയോ സമയമുണ്ട്, എന്റെ ജീവിതത്തിലെ എല്ലാ കാര്യങ്ങളും നടക്കുന്നുണ്ട്. അപ്പോ ആഴ്ചയിൽ ഒരു ദിവസമെങ്കിലും അള്ളാഹുവിന്റെ മതം പഠിക്കുവാൻ ഞാനും നിങ്ങളും തയ്യാറാകണം. സാധാരണക്കാരായ ആളുകൾ മതം പഠിക്കാൻ തയ്യാറാകണം. അത് പഠിച്ചവനെ ഇപ്പൊ നരച്ചൊക്കെ ഇങ്ങനെയായി, ഇനിയിപ്പോ ഞാൻ മതം പഠിക്കാൻ പോവുക. പരിജ്ഞാനത്തിന് പ്രായമില്ല, വിജ്ഞാനം പഠിക്കുന്നതിന് വയസ്സില്ല. നമുക്ക് മരണം വരെയും മതം പഠിക്കാം, ആവശ്യമുള്ളത് പഠിക്കാം. നിങ്ങൾ പോയി നോക്കൂ, മക്കത്തെ പള്ളിയിലേക്ക് മഗ്‌രിബ് നിസ്കാരത്തിന് വേണ്ടി ചെന്നാൽ ബഹുമാനപ്പെട്ട സഖാഫി ഉസ്താദിനോടൊക്കെ ചോദിച്ചാൽ അറിയാം, 50, 60, 70 വയസ്സുകളുള്ള ആളുകൾ വന്നിരുന്നുകൊണ്ട് കിതാബ് ഓതുന്നു. അവര് പഠിക്കുന്നത് കേവലം നിസ്കാരത്തിന്റെ പത്ത് മാത്രമല്ല. ഒരു ദിവസം ഹറമിന്റെ മുറ്റത്ത് മവാബിൽ നടക്കുന്ന ദർസിൽ കുറെ പ്രായമുള്ളവർ, നരച്ചവരുണ്ട്, വലിയവരുണ്ട്, ക്ഷീണിച്ചവരുണ്ട്, വസ്ത്രങ്ങളൊക്കെ കേടുവന്നവരുണ്ട്, എല്ലാവരും ഉണ്ട്. അവരൊക്കെ കയ്യിൽ കിതാബുണ്ട്. നോക്കിയപ്പോഴോ അവര് അനന്തരാവകാശ നിയമത്തെ കുറിച്ച്, ഫറാഇൽ എന്ന് പറയുന്ന അനന്തരാവകാശ നിയമത്തെ കുറിച്ചുള്ള ഗഹനമായ മസല പഠിക്കാൻ വേണ്ടിയാണ് അവർ വന്നത്. അവര് പ്രാഥമികമായ ക്ലാസ് കേൾക്കാൻ വേണ്ടി വന്നതല്ല. അവരാരാണ്? അവിടെയും ഇവിടെയും ടാക്സി ഓടിച്ച് അതുപോലെ തന്നെ മറ്റു ജോലികൾ ചെയ്തുകൊണ്ട് ജീവിക്കുന്ന ആളുകളാണ്. അവര് മഗ്‌രിബ് നിസ്കാരത്തിന്റെ സമയമാകുമ്പോൾ തൽക്കാലം ടാക്സി റോഡിന്റെ സൈഡിൽ എവിടെയെങ്കിലും പാർക്ക് ചെയ്ത് ഇശാഇന്റെ സമയം വരെ മക്കത്തെ പള്ളിയിൽ നിന്ന് ദർസിൽ ഓതി പഠിക്കുന്ന സാധാരണക്കാരെ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇതൊരു രാജ്യത്തല്ല, യമനിൽ കാണാൻ അവസരം ലഭിച്ചിട്ടുണ്ട്, മക്കയിലുണ്ട്, അതുപോലെ തന്നെ മദീനയിലുണ്ട്. മദീനയിൽ ചെന്നാൽ മസ്ജിദുൻ നബവിയിൽ മഗ്‌രിബ് നിസ്കാരം കഴിഞ്ഞാൽ പ്രായമുള്ള ഒരു ഉപ്പാപ്പ ഇരിക്കുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മിഹ്റാബിന്റെ ഇപ്പുറം. അവിടെ മഗ്‌രിബ് നിസ്കാരം കഴിഞ്ഞാൽ ചെറിയൊരു ഹലക്ക, ആ വട്ടം ഇങ്ങനെ കൂടിക്കൂടി വരുന്നത് കാണാം, കുറയുന്നത് കാണാം. എന്താണ്? കുറെ ആളുകൾ, പല ജോലിയും ചെയ്യുന്ന ആളുകൾ മഗ്‌രിബ് നിസ്കാരത്തിന് മസ്ജിദുൻ നബവിയിൽ വരും. എന്നിട്ട് അവർ ഖുർആൻ പഠിക്കുകയാണ്.
അവരെ ഹാഫിളായി പണ്ഡിതന്റെ മുമ്പിൽ 10 ആയത്ത് ഓതി കേൾപ്പിച്ച് അത് ശരിയാണോ, അത് കറക്റ്റാണോ, തജ്വീദ് റെഡിയാണോ, അത് കഴിഞ്ഞിട്ട് അവർ ഓടുകയാണ് അടുത്ത ജോലിക്ക് പോയി. ഇങ്ങനെയുള്ള ആളുകളെ കാണാം മസ്ജിദുൽ നബവിയിൽ. ഒരിക്കലും ആൾക്കായിരുന്നു ഈ ഒരു വിചിത്രമായ രംഗം കണ്ട് ചോദിച്ചു, നിങ്ങളുടെ ജോലി എന്താ? ഞാൻ ടാക്സി ഓടിക്കുന്ന ആളാണ്. അപ്പൊ അദ്ദേഹം ഈ മഗ്‌രിബ് നിസ്കാരത്തിന് കണക്കാക്കി പള്ളിയിൽ കൂടി അരമണിക്കൂറോ 1 മണിക്കൂറോ ദർസിൽ പങ്കെടുത്ത് ഖുർആൻ കേൾപ്പിച്ച് അത് കറക്ഷൻ നടത്തേണ്ടത് നടത്തി, അല്ലെങ്കിൽ ഹിഫ്ദ് പുതുക്കി, അല്ലെങ്കിൽ ഹിഫ്ദ് നടത്തി, അങ്ങനെ വ്യത്യസ്തമായി ഇശാ വരെ ആ ഹർക്കത്തിനെ ഇവിടെ നിലനിൽക്കുന്നുണ്ട്. ചുരുക്കി പറഞ്ഞാൽ സാധാരണക്കാരായ നമ്മുടെ നാട്ടിലെ ആളുകൾ അല്ലാഹുവിന്റെ മതം പഠിക്കുവാൻ സമയം കണ്ടെത്തുകയോ ആവേശം കാണിക്കുകയോ ചെയ്യുന്നില്ല. അപ്പൊ നമ്മൾ ആ ഒരു വകതിരിവിലേക്ക് വേണം. അല്ലാതെ മുത്തഅല്ലിമീങ്ങളായി വേഷം ധരിച്ച് ഏതെങ്കിലും സ്ഥാപനങ്ങളിൽ ബോർഡിംഗ് സ്റ്റുഡൻസായി മാത്രം നിന്നാലേ ഇസ്ലാം പഠിക്കാൻ പറ്റുമോ എന്നുള്ള തെറ്റിദ്ധാരണ മാറ്റിവെക്കണം. മാത്രമല്ല അല്ലാഹുവിന്റെ പരിശുദ്ധമായ മതത്തെ പഠിക്കാൻ നമ്മൾ ഇറങ്ങി മസ്അലകൾ മനസ്സിലാക്കി പ്രായോഗികമായി നമ്മുടെ ജീവിതത്തിൽ കൊണ്ടുവരുമ്പോഴാണ് ഒരു മുസ്ലിമായി ജീവിക്കാൻ എനിക്കും നിങ്ങൾക്കും കഴിയുക. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അതുകൊണ്ട് അല്ലാഹുവിന്റെ മതം പഠിക്കൽ അവസാനം വരെ പുണ്യകർമ്മമാണെന്ന് മനസ്സിലാക്കുകയും ഒരു കാര്യം കൂടി നാം തിരിച്ചറിയേണ്ടതുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അല്ലാഹുവിന്റെ പരിശുദ്ധമായ മതവുമായി വന്നു. എന്ത് ചെയ്തു? ആദ്യം തന്നെ മർക്കദുൽ ഹുദാ പോലെ മറ്റേതെങ്കിലും ഒരു സ്ഥാപനം പോലെ ഒരു തീങ്കാനയോ ഒരു ഹിഫ്ദുൽ ഖുർആൻ കോളേജോ ഒരു ശരീഅത്ത് കോളേജോ തുടങ്ങിയിട്ടല്ല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇസ്ലാമിനെ പഠിപ്പിക്കുന്നത്. ബഹുമാനപ്പെട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇസ്ലാമിക ദഅവത്ത് തുടങ്ങുന്ന 40-ാമത്തെ വയസ്സിൽ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ പ്രായം 37 വയസ്സാണ്. 37 വയസ്സുള്ള സിദ്ദീഖ് റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എന്ന പ്രവാചകനായ മുഅല്ലിമിന്റെ മുമ്പിലെ LKG തലത്തിലുള്ള മുതഅല്ലിമായിരുന്നു ബഹുമാനപ്പെട്ട സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. ആ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പിന്നീട് 23 വർഷം കഴിഞ്ഞ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വഫാത്താകുമ്പോൾ 60 വയസ്സുണ്ട്. ആ 60 വയസ്സ് ഉള്ളപ്പോൾ സ്വഹാബികളിലെ ഉന്നത നിലവാരത്തിലുള്ള പണ്ഡിതനായിരുന്നു അബൂ ബഹുമാനപ്പെട്ട സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. കിതാബുകളിൽ കാണാം സ്വഹാബത്തിലെ ഗഹനമായ പരിജ്ഞാനമുള്ള പണ്ഡിതന്മാരുടെ ഒന്നാമത്തെ നിലയിൽ ബഹുമാനപ്പെട്ട അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഉണ്ട്. ഖുർആൻ മനഃപ്പാഠമാക്കിയ സ്വഹാബികളിൽ ബഹുമാനപ്പെട്ട അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഉണ്ട്. 37-ാമത്തെ വയസ്സിൽ മുതഅല്ലിമായി തുടങ്ങിയ ആൾ 60-ാമത്തെ വയസ്സിൽ ഹാഫിളായി. അതാണ് സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. അപ്പൊ ഇതുപോലെയുള്ള സ്വഹാബികളാണ് ഇസ്ലാമിനെ പഠിച്ചറിഞ്ഞുകൊണ്ട് പിൽക്കാലത്തേക്ക് നമുക്ക് ആവശ്യമുള്ളത് മുഴുവൻ നൽകിയത്. അപ്പൊ സാധാരണക്കാരായ നാം, നമ്മുടെ നാട്ടിൽ പള്ളികളുണ്ട്, പരിസരത്ത് സ്ഥാപനങ്ങളുണ്ട്, പരിചയമുള്ള ഉസ്താദന്മാരുണ്ട്. അവരെ സമീപിച്ചുകൊണ്ട് അല്ലാഹുവിന്റെ മതം നാം പഠിക്കാൻ നമ്മൾ തയ്യാറാകണം. നിങ്ങൾക്ക് ഏത് നിലവാരത്തിൽ നിന്നുകൊണ്ട് പഠിക്കാനും പറ്റുന്ന സാഹചര്യങ്ങൾ ഇന്നുണ്ട്. നമുക്ക് മറ്റെല്ലാ സമയമുണ്ട്. ഇനി ഒന്നുകൂടി നാം അവിടെ വായിക്കേണ്ടത്, ബഹുമാനപ്പെട്ട സ്വഹാബികളെ അല്ലാഹു തആല മലക്കുകളെ ഇറക്കും പോലെ ഇറക്കി. വേറൊരു പണിയില്ല. അവര് പോയി മതം പഠിച്ചോണം, പിൽക്കാലത്തോട് പറഞ്ഞു കൊടുത്തോണം, മര്യാദയ്ക്ക് വഫാത്തായിക്കൊള്ളണം. അങ്ങനെ അല്ലാഹു തആല അയച്ചതല്ല. നമ്മളെക്കാൾ കൂടുതൽ ഭാര്യമാരുണ്ടായിരുന്നു സ്വഹാബികൾ, നമ്മളെക്കാൾ കൂടുതൽ മക്കളുണ്ടായിരുന്നു സ്വഹാബികൾ, നമ്മളെക്കാൾ കൂടുതൽ പ്രാരാബ്ദങ്ങൾ ഉണ്ടായിരുന്നു സ്വഹാബിമാർക്ക്. ആ സ്വഹാബിമാരായ ആളുകളാണ് അവരുടെ ജീവിത പ്രാരാബ്ദങ്ങളുടെ കാട്ടിൽ പോയി വിറക് വെട്ടുന്നവർ, മരുഭൂമിയിൽ ഒട്ടകത്തെ മേയ്ക്കുന്നവർ, അന്ന് തോട്ടങ്ങളിൽ പോയി ആട്ടിനെ കറക്കുന്നവർ, അതുപോലെ തന്നെ പാറൊട്ടിച്ച് ജീവിക്കുന്നവർ, ഇങ്ങനെ വ്യത്യസ്തമായ തലങ്ങളിൽ ജോലി ചെയ്തിരുന്ന സ്വഹാബിമാരാണ് അല്ലാഹുവിന്റെ മതം പഠിക്കുകയും ജീവിതത്തിൽ പകർത്തുകയും ഇബാദത്ത് ചെയ്യുകയും പാതിരാത്രികളിൽ ആരാധനയും പകലുകളിൽ പടക്കളങ്ങളും ഇടയിൽ കുടുംബത്തിന്റെ ബാധ്യതകളും കൃത്യമായി പാലിച്ചവരായിരുന്നു അല്ലാഹുവിന്റെ ഹബീബ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സ്വഹാബിമാർ. അപ്പൊ സാധാരണക്കാരായ നാം മതത്തിന്റെ വിഷയങ്ങൾ പഠിക്കാൻ ഉപരിവർഗം എന്ന് പറഞ്ഞ ഒരു ഭാഗത്തെ മാറ്റി നിർത്തുകയല്ല. നാം സമൂഹത്തിൽ ചേർന്നതുകൊണ്ട് അല്ലാഹുവിന്റെ മതം പഠിച്ച് അത് ഉൾക്കൊണ്ട് നാം നല്ല നിലയിൽ വളർന്നു വരണം. ഇപ്പോൾ നിങ്ങൾ മക്കയിലേക്ക് ചെന്നാൽ മർക്കദുൽ സഖാഫത്ത് സുന്നിയക്ക് ശിലാസ്ഥാപനം നടത്തിയ മുഹമ്മദ് മാലിക്കി തങ്ങളുടെ മകൻ അഹ്മദ് മാലിക്കി തങ്ങളുടെ ദർസ് എവിടെയുണ്ട്. ആ ദർസിൽ ചെന്നാൽ കാണാം 70-80 പ്രായമുള്ള മുത്തഅല്ലിമീങ്ങളെ കാണാം. ഈ 70-80 വയസ്സുള്ള മുത്തഅല്ലിമീങ്ങൾ ആരാണ്? ഇപ്പോ ദർസ് നടത്തുന്ന അഹ്മദ് മാലിക്കി തങ്ങളുടെ വാപ്പ
മുഹമ്മദ് മാലിക്കി തങ്ങളുടെ വാപ്പ അലവി മാലിക്കി തങ്ങളുടെ ദർസിൽ പങ്കെടുത്ത ആളുകളാണ്. അവരിന്നും സന്ധ്യാസമയമാകുമ്പോൾ ഈ പേരക്കുട്ടിയുടെ ദർസിലും വരും. ഈ പേരക്കുട്ടിയുടെ ദർസിൽ വരുന്നത് വെറുതെ ഇങ്ങനെ കേൾക്കാനല്ല. അവിടെ ഓതുന്ന കിതാബ് ഏതാണോ, സഹീഹുൽ ബുഖാരിയാണോ, സഹീഹ് മുസ്ലിമാണോ, ആ കിതാബും എടുത്തുകൊണ്ട് ആ കിതാബ് നോക്കിയിരുന്ന് പഠിക്കുന്നത് കാണാം. അപ്പം അങ്ങനെ സാധാരണക്കാരായ ആളുകൾ വിചാരിച്ചാൽ അവർക്ക് ജീവിതത്തിൽ ദിവസം വേണമെങ്കിലും 1 മണിക്കൂറോ അരമണിക്കൂറോ അള്ളാഹുവിന്റെ ഇൽമ പഠിക്കാൻ കണ്ടെത്താൻ നമുക്ക് കഴിയും. പക്ഷെ നമുക്ക് വേണമെന്ന് ഇതിന്റെ തലയിൽ കയറില്ല. ആ ഒരൊറ്റ പ്രശ്നം മാത്രമേ. ബാക്കി എല്ലാ കാര്യങ്ങളും നടക്കുന്നുണ്ട്. അപ്പൊ അനിവാര്യമായ ഒരു വിഷയമായി ഈ പരിജ്ഞാനം ഇല്ലാത്തതിന്റെ പേരിലാണ് ഇന്ത്യൻ സമൂഹത്തിൽ നടക്കുന്ന മുഴുവൻ ചിന്തയും. മതത്തെ അറിയാത്തതിന്റെ പേരിലാണ് ചില ആളുകൾ മതത്തെ ആരോപണം കൊണ്ടും അതുപോലെ തന്നെ പ്രശ്നങ്ങൾ കൊണ്ടും ഒക്കെ നടക്കുന്നത്. ഞാൻ ട്രെയിനിൽ യാത്ര ചെയ്തു, മിനിയാണോ മറ്റോ, അപ്പോൾ ഒരാൾ നിസ്കരിക്കുമ്പോൾ ഞാൻ അയാളോട് പറഞ്ഞു, അല്ല ഇങ്ങനെ നിസ്കരിച്ചാൽ നിങ്ങൾ മടക്കി നിസ്കരിക്കേണ്ടി വരും. അതുകൊണ്ട് ആ ട്രെയിൻ നിർത്തിയിപ്പിക്കാൻ നിങ്ങൾക്ക് നിന്ന് നിസ്കരിക്കാൻ സൗകര്യമുണ്ട്. വേണമെങ്കിൽ നിങ്ങൾക്ക് ഇരിക്കാൻ സാധനം ഞാൻ തരാം, കൃത്യമായി പറഞ്ഞു തരാം. ഇതെല്ലാം പേർപ്പാട് പറഞ്ഞു. ഒത്തിരിയാരെ അങ്ങനൊന്നും ഇല്ല. സമയമാകുമ്പോ എങ്ങനെയെങ്കിലും ഒക്കെ നിസ്കരിക്കണം, അങ്ങനെ മടക്കലും തിരിക്കലൊന്നും ഇല്ല. ഇപ്പൊ ഇയാളോട് ഞാൻ ഈ പത്തും ചെറുത്തും സുന്നത്തും മുബാഹും ഹലാലും ഹറാമൊക്കെ പറഞ്ഞ ഇയാൾ കേൾക്കത്തില്ല. കാരണം എന്താ, നിയമങ്ങൾ പഠിച്ച് കളരിയും കരാട്ടയൊക്കെ പഠിച്ചിട്ട് അല്ല നിൽക്കുന്ന ഒരുത്തന്റെ മുമ്പിൽ വഴി കൊണ്ടുവന്ന് നാടൻ തന്നെ തല്ലിയാൽ പിന്നെ ഈ നിയമത്തിനൊന്നും പ്രസക്തിയില്ല എന്നതുപോലെ ഇയാൾ പറയണ. അപ്പൊ ഞാൻ അയാളോട് ഒന്നുകൂടി പറഞ്ഞു, കിതാബിലൊക്കെ അങ്ങനല്ലേ, കിതാബൊക്കെ എത്ര കാണും, അതിനകത്തെല്ലാം എന്തെല്ലാം എഴുതി കാണും, അതൊന്നും ഇല്ല, നമ്മെ അങ്ങനെ നിസ്കരിക്കണം. അപ്പൊ എന്തുകൊണ്ട് മതത്തെ കുറിച്ചുള്ള നിസ്സാരവൽക്കരണവും നിഷേധവും വരുന്നത് വിവരമില്ലാത്തതുകൊണ്ടാണ്. ഒരു കാര്യം ഗൗരവതരമാണെന്ന് അറിയുന്നില്ല, അതിന്റെ പേരിലാണ്. നിങ്ങൾ മെനിങ്ങാന്നൊക്കെ പത്രത്തിൽ വായിച്ചിട്ട് ഒരു കുട്ടി പാമ്പിനെ കടിച്ചിട്ട് ആളുകളൊക്കെ പരിഭ്രമിച്ചു. കുട്ടിക്ക് ഒരു പേടിയില്ല. കാരണം എന്താ, ഇതെന്താണെന്നോ ഈ സാധനം പാമ്പാണെന്ന് ഇത് കഴിച്ചാൽ വിഷമുണ്ടെന്നും ഇത് മരിച്ചു പോകുന്നൊക്കെ ഉള്ള ബോധമോ വിവേകമോ ഇല്ലാതെ കൊച്ചുകുട്ടി, പാൽ കുടിക്കുന്ന കുട്ടി കിട്ടിയ പാമ്പിനെ പിടിച്ചിങ്ങനെ കടിച്ചു. കണ്ടു നിൽക്കുന്ന ആളുകൾക്കെല്ലാം പേടിയായി. എന്നതുപോലെയാണ് മതത്തെ ഇന്ന് ആളുകൾ പരസ്യമായി തെരുവിൽ ചവിട്ടിത്തേക്കാനും അവഹേളിക്കാനും ഒക്കെ തുടങ്ങിയത്. മതത്തെക്കുറിച്ചുള്ള വിവേകം സാധാരണക്കാരായ ആളുകളുടെ ഇടയിൽ ഇല്ലാത്തത് കൊണ്ടാണ്. അതുകൊണ്ട് നാം ഓതന്റിക്കായി ഇസ്ലാമിനെ പഠിക്കണം, ആധികാരികമായി മതത്തെ പഠിക്കണം. ആ ആധികാരികമായ പഠനമില്ലാത്തതിന്റെ പേരിൽ ചില ആളുകൾ എന്ത് ചെയ്യും, ഇതൊക്കെ പറയുമ്പോൾ 4 ലേഖനങ്ങളും പുസ്തകങ്ങളും ഒക്കെ വായിച്ച് എന്തിനാ മുസ്ലിം എടുത്തു പോകുന്നത്, ഇവിടെ എത്ര പുസ്തകങ്ങൾ വാങ്ങാൻ കിട്ടുന്നുണ്ട്, അതിലൂടെ ഇസ്ലാം പഠിച്ചാൽ പോലെ എന്ന് ചില ആളുകൾ മനസ്സിലാക്കുന്നില്ല. അവരോട് പറയാനുള്ളത്, നിങ്ങൾക്ക് എഞ്ചിനീയർ ആകാനുള്ള പേരിൽ ഇവിടെ തെരുവിൽ കോട്ടയത്തും ചങ്ങനാശ്ശേരിയിലും പുസ്തകം കിട്ടുന്നുണ്ട്. ആ പുസ്തകം പഠിച്ചാൽ നിങ്ങൾ എഞ്ചിനീയർ ആവില്ല. കുറെ തിയറിയാണ് പറയുന്നുണ്ടാകാം. അതുപോലെ നിങ്ങൾക്കും ഡോക്ടർ ആകാം. ചില ഒറ്റമൂലിയുടെ പുസ്തകം കണ്ടാൽ എല്ലാ മെഡിക്കൽ കോളേജിലും കൂട്ടേണ്ടി വരുമെന്ന് നമുക്ക് തോന്നുക. എല്ലാ രോഗത്തിനും മരുന്നുണ്ടാവും. പക്ഷെ അതുകൊണ്ട് ഇവിടെ ഹോസ്പിറ്റലുകൾ കൂട്ടപ്പെടുന്നില്ല. ഇവിടെ മര്യാദക്ക് MBBS പഠിച്ച് അല്ലെങ്കിൽ BDS MGS പോലെയുള്ള കോഴ്സുകൾ പഠിച്ച വിദഗ്ധന്മാരായ ഡോക്ടർമാരുണ്ടെങ്കിലേ ചികിത്സിക്കാൻ പറ്റൂ. അല്ലാതെ ഒറ്റമൂലിയുടെയും അതുപോലെ തന്നെ ഫസ്റ്റ് എയ്ഡിന്റെയും ബുക്കുകൾ വാങ്ങിച്ചുകൊണ്ട് ഇവിടെ രോഗനിവാരണം സാധ്യമല്ല. എന്നതുപോലെ ആധികാരികമായി അതിന്റെ ഓതന്റിക് റെഫറൻസുകളിൽ ഇസ്ലാമിനെ പഠിക്കുമ്പോഴാണ് ശരിയായ ഇസ്ലാമിനെ മനസ്സിലാവുന്നത്. അതുകൊണ്ടാണ് സയ്യിദുൽ വറ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പരിശുദ്ധമായ ഖുർആനിനെ ഒരു ഗ്രന്ഥമായി നിങ്ങളുടെ കയ്യിൽ തന്നിട്ട് ഇത് വായിച്ചു പഠിച്ചോളൂ എന്ന് പറഞ്ഞ നബി തങ്ങൾ പോയിട്ടില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആ ഗ്രന്ഥത്തെ ജീവിക്കുന്ന ഉദാഹരണങ്ങളായ സ്വഹാബികളിലേക്ക് അപ്ലിക്കേഷൻ നടത്തിയിട്ട് ആ അപ്ലൈഡ് സൊസൈറ്റിയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമുക്ക് നൽകിയത്. كذلك جعلناكم أمة وسطا لتكونوا شهداء على الناس ويكون الرسول عليكم شهيدا. ആധികാരികമായി പരിശുദ്ധമായ മതത്തെ പഠിച്ച് അവരുടെ പ്രായോഗിക ജീവിതത്തിൽ കൊണ്ടുവന്ന ആളുകൾ, അവിടെ നമുക്കൊരു ഹദീസ് വായിക്കാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കാലത്ത് 10 സുന്നത്തുകളിൽ നിന്ന് ഒന്ന് ഉപേക്ഷിച്ചാൽ അയാൾ മഹാകുറ്റവാളിയാണ്. അക്കാരാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇനി സൈനത്തി ആലൈക്കും സമാൻ, നിങ്ങൾ ഇനി ഒരു കാലം വരും ഒരു സുന്നത്തെങ്കിലും ചെയ്താൽ അയാൾ പുണ്യവാനായിരിക്കും. അങ്ങനത്തെ ഒരു കാലം വരും. ബാബുൽ കിതാബ് സുന്നയിൽ മിസ്കാത്തിൽ കാണാൻ.
അവൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇവിടെ വരുന്ന സോഷ്യൽ ഡീഗ്രഡേഷനെ കണ്ടുകൊണ്ട് സമ്പൂർണമായും ഇസ്ലാമിനെ പ്രയോഗവൽക്കരിച്ച ഒരു സൊസൈറ്റിയാണ് നമ്മുടെ മുമ്പിലേക്ക് വെച്ച് തന്നത്. അപ്പൊ സാധാരണക്കാരായ ആളുകൾ നമ്മൾ പരിശുദ്ധമായ മതത്തെ കിട്ടുന്ന നല്ല സോഴ്സുകൾ ഉപയോഗിച്ചുകൊണ്ട് പഠിക്കാൻ നമ്മൾ തയ്യാറാകണം. അങ്ങനെ പഠിക്കാത്തതിന്റെ പേരിൽ വരുന്ന പ്രശ്നം എന്താണെന്നറിയോ? പണ്ഡിതന്മാരായ ആളുകൾ പറയുന്ന വിഷയത്തിന്റെ വാല്യൂ മനസ്സിലാക്കാൻ സാധാരണക്കാർക്ക് കഴിയാതെ വരും. മതത്തിന്റെ മഹത്വം മനസ്സിലാക്കി അതിന്റെ റെഫറൻസുകളെ സമീപിക്കാതെ വരും. അപ്പൊ അങ്ങനെ നല്ല ഒരു ഈ കാലഘട്ടത്തിൽ ആധികാരികമായി മതം കൈകാര്യം ചെയ്യാൻ പറ്റുന്ന യോഗ്യരും അതുപോലെ തന്നെ ശക്തരുമായ പണ്ഡിതന്മാരുടെ നിലയെ വാർത്തെടുക്കുന്ന ഏറ്റവും വലിയ സ്ഥാപനങ്ങളിൽ ഒന്നാണ് നമ്മുടെ മർക്കസു സഖാഫത്ത് സുന്നിയ. 600 ചില്ലാനം യുവ പണ്ഡിതന്മാരാണ് വരുന്ന സമ്മേളനത്തിൽ സന്നദ്ധധാരികളായി സേവന രംഗത്തേക്ക് വരുന്നത്. അപ്പൊ ഈ കാലഘട്ടത്തിലെ വൈജ്ഞാനിക സ്രോതസ്സുകളെ നിയന്ത്രിക്കുവാനുള്ള, അതുപോലെ ഈ സമൂഹത്തെ നല്ലതിന്റെ വഴിയിൽ നയിക്കുവാനുള്ള വിളക്കവും മാനങ്ങളും മാർഗദർശകരുമായ ആളുകളെയാണ് നമ്മുടെ ഇത്തരം സ്ഥാപനങ്ങൾ നമുക്ക് സംഭാവന ചെയ്യുന്നത്. രണ്ടാമതായി, സാധാരണക്കാരായ ആളുകൾ മതത്തെ പഠിക്കാൻ വില്ലിങ്ങാകണം, അവർ സന്നദ്ധരാകണം എന്നതോടൊപ്പം മതം പഠിച്ച ആളുകൾ അള്ളാഹുവിന്റെ മതത്തെ പ്രചരിപ്പിക്കുവാൻ ഏറ്റവും ശാസ്ത്രീയവും ഏറ്റവും നല്ലതുമായ മാർഗങ്ങളെ സ്വീകരിക്കുകയും നാം ബാധ്യതയുള്ളവരാണെന്ന ബോധത്തിലേക്ക് എത്തുകയും. നാം ഒരുപാട് വിജ്ഞാനം പഠിച്ചു, ഒരു ജോലി നേടി, നമ്മുടെ പേഴ്സണൽ ലൈഫ് കൺട്രോൾ ചെയ്ത് നമ്മൾ പോയി, നമ്മുടെ ബാധ്യതകൾ കഴിയുന്നില്ല. നമുക്കിവിടെ ഒരുപാട് ദൗത്യങ്ങൾ ചെയ്തു തീർക്കാൻ. നാം സമൂഹത്തെ കണ്ട് നിശബ്ദരായിരിക്കേണ്ടവരല്ല. നാം ചങ്ങനാശ്ശേരി ടൗണിലൂടെ സഞ്ചരിക്കുമ്പോൾ കാണുന്ന അപശബ്ദങ്ങളും അനാശാസ്യ പ്രവണതകളും നമുക്ക് നേരെയാണ് ഒരുപാട് ചോദ്യങ്ങൾ ഉയർത്തുന്നത്. നാം തെരുവിലൂടെ പോവുകയാണ്. ആ തെരുവിൽ നടക്കുന്ന ശബ്ദകോലാഹലങ്ങൾ നമ്മുടെ മനസ്സിലേക്ക് ഒരുപാട് ചോദ്യചിഹ്നങ്ങൾ ഉയർത്തുന്നുണ്ട്. അതിന് മറുപടി കൊടുക്കാൻ ഞാൻ നിങ്ങളുമൊക്കെ ബാധ്യസ്ഥരാണ്. നമുക്ക് വേണമെങ്കിൽ ഒന്നും അറിയാത്ത പോലെ ജീവിക്കാൻ പറ്റും, ആരും നമ്മുടെ അടുത്തൊന്നും ചോദിക്കില്ല. പക്ഷേ നിങ്ങൾ ആരെങ്കിലും സമൂഹത്തിൽ ഏതെങ്കിലും അനാശാസ്യതയെ കണ്ടാൽ അവനതിൽ ഇടപെടണം. ആ ഇടപെടുന്നതിന്റെ 3 തലങ്ങളെയാണ് പറയുന്നത്. നിനക്കവിടെ പലതരത്തിലും ഇടപെടാനുണ്ടാകും. ഒന്നുകിൽ നീ കൈകൊണ്ട് ഇടപെടാൻ പറ്റുന്നതുണ്ടാകും, നാവ് കൊണ്ട് ഉപദേശിക്കാവുന്നതുണ്ടാകും, മാനസികമായി നിനക്ക് അതിനോട് വിട്ടു നിൽക്കേണ്ടതുണ്ടാകും. ഈ 3 തലങ്ങളെയും പറഞ്ഞിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, അതിനോട് അന്യതയെങ്കിലും സൂക്ഷിക്കുന്നവൻ അദ്അഫുൽ ഈമാൻ, ഏറ്റവും ലോലമായ ആദർശവാദിയാണ്, അല്ലെങ്കിൽ ഏറ്റവും ചെറിയ വിശ്വാസത്തിന്റെ ഭാഗമാണ്. അതിൽ നിന്ന് വിട്ടു നിൽക്കുക. അപ്പൊ പണ്ഡിതന്മാരും പഠിച്ചവരും ബോധമുള്ളവരും എന്ന് പറഞ്ഞാൽ തലയെക്കെട്ടി കെട്ടി ഡിഗ്രി എടുത്താണെന്ന് മാത്രമല്ല, ഒരു വിഷയത്തെ കുറിച്ച് വിവേകമുള്ളയാൾ. ഞാൻ വഴിയിലൂടെ ഇങ്ങനെ പോകുന്നു, ഒരു തെറ്റവിടെ നടക്കുന്നു, അപ്പോൾ അതിനെക്കുറിച്ച് എനിക്ക് ശരി അറിയാമെങ്കിൽ എനിക്കിവിടെ ഇടപെടേണ്ടതുണ്ട്. അവിടുത്തെ ആവശ്യമുള്ള വിധത്തിൽ ഇടപെടണം. എല്ലാവരും പോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മാർക്കറ്റിലൂടെ സഞ്ചരിക്കുന്നു. നല്ല നനഞ്ഞ ഈത്തപ്പഴം മുകളിൽ നിൽക്കുന്നു. ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് മാർക്കറ്റ് കണ്ടിട്ട് വേണമെങ്കിൽ പോകാം. ഇവിടെ ഒരു കടക്കാരൻ വിളിച്ചു, എന്താണ് ഇതൊക്കെ നനഞ്ഞിരിക്കുന്നല്ലോ? അത് മഴ പെയ്തതാണ്. അപ്പൊ നോക്കിയപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ കെട്ടൊന്ന് ഇളക്കിയപ്പോൾ കേടുവന്ന കാരക്ക അകത്തുണ്ട്. നല്ല കാരക്ക മുകളിൽ വെച്ചിട്ടുണ്ട്. ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടെ നിന്ന് വിട്ടുപോയില്ല. വേണമെങ്കിൽ നിശബ്ദമായി ഒരു സ്നേഹത്തിന്റെ ചിരിയും കാണിച്ചു പോകാം. പക്ഷേ ഒരു ദാഹിയാണ്, പ്രചാരകനാണ്, വിവരമുള്ള ആളാണ്, അതിന്റെ നേതൃത്വമാണ്. ഉടനെ പറഞ്ഞു, ഞാനൊരു പ്രസ്ഥാനത്തിന്റെ നായകനാണ്, നിങ്ങൾ അതിന്റെ അനുയായിയാണെന്ന് വാദിക്കുന്ന ആളാണ്. വഞ്ചിക്കുന്നവൻ എന്റെ പ്രസ്ഥാനത്തിലെ മെമ്പറല്ല, അതുകൊണ്ട് കച്ചവടത്തിൽ വഞ്ചന പാടില്ല. നമ്മൾ പണ്ടത്തെ മാർക്കറ്റിൽ പുളി വാങ്ങാൻ പോകുമ്പോ പുളിയുടെ ഉണ്ട വാങ്ങിയിട്ട് നമ്മൾ പൊളിച്ചു നോക്കും എന്നതുപോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിരീക്ഷണം നടത്തിയിട്ട് മതം അവരോട് പറഞ്ഞു കൊടുത്തു, ഇങ്ങനെയാണ് ചെയ്യേണ്ടത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇടപെട്ടു. അതുപോലെ ഒരുപാട് ഉദാഹരണങ്ങൾ പറയാനുണ്ട്. ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ആ റോളാണ് ഇന്നത്തെ മുത്തഅല്ലിമീങ്ങളും ആരിഫീങ്ങളും ഇതുപോലെ സമൂഹത്തിലുള്ള തരണങ്ങളെ കണ്ടറിഞ്ഞുകൊണ്ട് ആവശ്യമായ ഇടപെടലുകൾ നടത്തേണ്ടവരാണ് വിവരമുള്ള ആളുകൾ. നമ്മളെല്ലാം ഇങ്ങനെ ഇടപെടലുകൾ
നടത്തുമ്പോൾ ചിലപ്പോ ചില പ്രശ്നങ്ങളൊക്കെ നേരിടേണ്ടി വരും. നിങ്ങൾ നോക്കൂ, സയ്യിദുൽ വറ മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അൽ അമീനായി അൽ ആബിദായി അസ്വാലിഹായി ജീവിച്ചിരുന്നെങ്കിൽ അറബ് ജനത നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒന്നും ചെയ്യുമായിരുന്നില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വ്യക്തി ജീവിതം മാത്രം നോക്കി ഖദീജ റളിയല്ലാഹു അൻഹയുടെ വീട്ടിൽ പോയി നല്ല പൈസ ഉണ്ട്, റാഹത്തായി ജീവിച്ച് നിസ്കരിച്ച് നോമ്പ് ജീവിച്ചിരുന്നെങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ആരും എതിർക്കില്ലായിരുന്നു. പക്ഷേ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ചുറ്റുവട്ടത്തിലുള്ള സമൂഹത്തിന്റെ തെറ്റുകളെ കണ്ടറിഞ്ഞ് തിരുത്താൻ കഴിഞ്ഞപ്പോഴാണ് അൽ അമീൻ അവിടുന്ന് വിലാസം പോലും മാറ്റി പ്രയോഗിക്കാൻ എതിരാളികൾ തയ്യാറായത്. അതല്ലേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ച് അബൂ ജഹലിനോട് സ്വകാര്യമായ ഒരു സംഭാഷണം നടത്തിയത് ഷഹീദ് ഹംബയുടെ റസൂൽ റിസാലയിൽ കാണാം. ചോദിച്ചു, നിങ്ങൾക്ക് അഭിപ്രായം മുഹമ്മദ് നബിയുടെ കുടുംബം കണ്ട് സൂപ്പർ കുടുംബമാണ്, സ്വഭാവങ്ങളുണ്ട്, കുഴപ്പമില്ല, എല്ലാം സമ്മതിച്ചു. പക്ഷേ അവിടുന്ന് നബിയാണ്, റസൂലാണ്, അഥവാ പ്രബോധകനാണ് എന്ന പോയിന്റിൽ മാത്രം എനിക്ക് സമ്മതിച്ചുകൂടാ. ബാക്കി എന്നെടുത്ത് നോക്കിയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തിരുത്താൻ വേണ്ടി വന്നയാളാണ്, അത് മാത്രം എനിക്ക് ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല എന്നിടത്ത് മാത്രമാണ് അബൂ ജഹൽ തിരിയുന്നതെങ്കിൽ, പ്രിയപ്പെട്ടവരെ, നാം ഇപ്പോ നല്ല ഒരു പള്ളിയിലോ ഒരു കച്ചവട സ്ഥാപനത്തിലോ ഒരു മേഖലയിലോ മാത്രം പരിമിതപ്പെട്ട് നിന്നാൽ നമ്മെ ആരും ഒന്നും പറയില്ല. ആ മുസ്ലിയാരുണ്ട്, നല്ല മുസ്ലിയാര് സമൂഹത്തിൽ എന്തെല്ലാം പ്രശ്നങ്ങളോ ഒന്നും മുമ്പ് കണ്ട പോലില്ല, മെഹ്റാബിട്ടു മെമ്പറിട്ടു മെഹ്റാബിട്ടു എന്ന് പറഞ്ഞു പോയാൽ ആ മുസ്ലിയാർക്ക് ഒരു കംപ്ലൈന്റ് ഉണ്ടാവില്ല. ചിലപ്പോ 25 വർഷം അവിടെ നിൽക്കുമ്പോൾ അയാൾക്ക് സിൽവർ ജൂബിലിയുടെ അവാർഡ് കിട്ടും, മഹല്ലുകാർ 50 കൊല്ലമാകുമ്പോൾ ഗോൾഡൻ ജൂബിലിയും കിട്ടും, മഹല്ല് പുരസ്കാരം കിട്ടും. പക്ഷേ അയാൾ അല്ലാഹുവിന്റെ കോടതിയിൽ തിരസ്കാരം ലഭിക്കും. എന്തുകൊണ്ട്? അവിടെ ചുറ്റുവട്ടത്തിൽ നടന്ന ഒരുപാട് അരുതായ്മകളെ കണ്ടിട്ട് കണ്ണടച്ചതിന്റെ പേരിലാണ് ഈ ഗോൾഡൻ ജൂബിലി സിൽവർ ജൂബിലി ഒക്കെ കിട്ടിയത്. അയാൾ ഇടപെടേണ്ടിടത്ത് ഇടപെടേണ്ടതുപോലെ ഇടപെടുമ്പോഴാണ് ഒരു ഉത്തരവാദിത്വം നിർവഹിച്ച ആളായി മാറുക. അതല്ലേ അറബ് ലോകം ഇരുകയും നീട്ടി സ്വീകരിച്ച സയ്യിദുൽ വറ മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അൽ അമീൻ അസ്വാദിഖ്, അവിടുന്ന് ഏറ്റവും വലിയ സൗന്ദര്യ തിലകമായി നിലനിൽക്കാണ്. ആണിനും പെണ്ണിനും ഒരഭിപ്രായ വ്യത്യാസവുമില്ലാത്ത നേതാവ്. ആ നേതാവ് വന്നിട്ട് പറഞ്ഞു, ലാ ഇലാഹ ഇല്ലല്ലാഹ്, ആരാധന അല്ലാഹുവിന് മാത്രമാകണം. അവിടെയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് എതിരാളികൾ ഉണ്ടാകുന്നത്. അല്ലെങ്കിൽ ഒരു പ്രശ്നമില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സമൂഹത്തിലെ ഏറ്റവും സമ്പന്നനായ ആളാണ്. അതുകൊണ്ടാണ് തിരുനബി തങ്ങളോട് ചോദിച്ചു, അധികാരം വേണോ? തരാം, അർഹനാണ് നിങ്ങൾ. ഇവിടുത്തെ ഏറ്റവും നല്ല സുന്ദരിയെ വേണോ? ആ സുന്ദരി പോലും നിങ്ങളുടെ സൗന്ദര്യത്തിന് മുമ്പിൽ ചെറുതാണ്, തരാം. എല്ലാ സമ്പത്ത് തന്നാലും വിലമതിക്കാനാകാത്ത അത്രയും നല്ല പേഴ്സണാലിറ്റി ഉണ്ട്, തരാം. പക്ഷേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, അതൊന്നുമല്ല എന്റെ ലക്ഷ്യം. ഞാനിവിടെ ചിലത് തിരുത്താനും ചിലത് സ്ഥാപിക്കാനും വന്നയാളാണ്. അത് നമുക്കെല്ലാം ഏറ്റെടുക്കേണ്ട ദൗത്യം ഇതാണ്. ഇവിടെ ചിലത് തിരുത്താനും ചിലത് സ്ഥാപിക്കാനുമുണ്ട്. അപ്പോൾ ഒരുപാട് പ്രതിസ്വരങ്ങൾ ഉണ്ടാകും. ആ പ്രതിസ്വരങ്ങളെ അഭിമുഖീകരിക്കുവാനുള്ള മാനസിക സന്നദ്ധതയില്ലെങ്കിൽ ഒരാൾക്ക് ഇവിടെ വിജയിക്കാൻ കഴിയില്ല. അതുകൊണ്ട് നാം അള്ളാഹുവിന്റെ പരിശുദ്ധമായ മതം, ഏറ്റവും സത്യമായ പ്രസ്ഥാനം, അനന്തമായ വിജയത്തിന്റെ സോപാനത്തിലേക്ക് ആളുകളെ കൈപിടിച്ചു കൊണ്ടുപോകാനുള്ള ഈ ദീപം തെളിയിക്കുമ്പോ ഒരുപാട് തമസ്സുകൾ നമുക്കെതിരെ വരും. പിടിച്ചു നിൽക്കാൻ കഴിയണം. അപ്പൊ അതുകൊണ്ട് അതേ സമയത്ത് നാം നമ്മുടെ ഒരു സർക്കിളിലേക്ക് മാത്രം പരിമിതപ്പെട്ടു. ഞങ്ങൾക്ക് പോയി നല്ല പൈസ ഉണ്ടാക്കി, നല്ല വീടൊക്കെ വെച്ചു, മാന്യമായി ജീവിച്ചു, വേറൊന്നും ഇടപെടുന്നില്ല. നമുക്ക് ആർക്കും നമ്മൾ കംപ്ലൈന്റ് പറയോ? ഒരാൾ ഒരു കംപ്ലൈന്റ് പറയില്ല. ചിലപ്പോ എല്ലാവരും കമ്പാണിക്ക് വരുമ്പോൾ കൊടുത്താൽ നല്ല വാർത്തകളും അത്രയോ. പക്ഷെ സമൂഹത്തിൽ അവൻ ചെയ്യേണ്ട ചില ബാധ്യതകളുണ്ട്, അതിൽ അവൻ ചോദ്യം ചെയ്യപ്പെടും. ഇതുപോലെ ഞാനും നിങ്ങളും ഒക്കെ പ്രവർത്തിക്കുന്ന മേഖലകളിൽ നമുക്ക് ഒരുപാട് ചെയ്യാനുണ്ട്. കച്ചവടക്കാരൻ അവന്റെ മേഖലയിൽ, ജീവനക്കാരൻ അങ്ങനെ, മുസ്ലിയാർക്ക് അങ്ങനെ, മുതലാളിക്ക് അങ്ങനെ, ഓരോരുത്തർക്കും അവരവരുടേതായ മേഖലകളിൽ അള്ളാഹുവിന്റെ മതത്തെ പകർത്തി കൊടുക്കുവാനുണ്ട്. ആ പകർത്തി കൊടുക്കുവാനുള്ള ദൗത്യം നാം നിർവഹിക്കുമ്പോഴാണ്
യഥാർത്ഥത്തിൽ ഇസ്ലാമിനോട് കടപ്പാടുള്ളവരായി നമ്മൾ മാറുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുക്കലേക്ക് ഒരു സ്വഹാബി വന്നു. ഇസ്ലാം കിട്ടിയപ്പോൾ വളരെ ഹാപ്പിയായി. എന്നിട്ട് പറഞ്ഞു, ഓ നബിയെ, ഞാൻ എന്റെ ഗോത്രത്തിലേക്ക് പോവുകയാണ്, ഇസ്ലാമിനെ പറഞ്ഞു കൊടുക്കാൻ. പറഞ്ഞു, മോനെ, ഇത് സുഖമുള്ള പണിയൊന്നല്ല, ചിലപ്പോ കുറച്ച് പ്രശ്നങ്ങളൊക്കെ നേരിടേണ്ടി വരും. അപ്പൊ പറഞ്ഞു, നബി, അങ്ങനെയൊന്നുമില്ല, എന്റെ നാട്ടിലെ ഏറ്റവും സമ്പന്നനായ ആളാണ് ഞാൻ പറയുന്നതാണ് എന്റെ കബീലയിലെ തീരുമാനം. ഇതെല്ലാം പറഞ്ഞപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, അങ്ങനെയൊക്കെ ആണെങ്കിലും ഈ സത്യം പറയുമ്പോൾ ചില ആളുകൾക്ക് ഉൾക്കൊള്ളാൻ പറ്റൂല. അദ്ദേഹം നാട്ടിലേക്ക് പോയി. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹം പറയുന്ന ഒരു സംഭവം ഇബ്നു കസീർ രേഖപ്പെടുത്തുന്നുണ്ട്. ഞാൻ അവിടെ കിടന്നുറങ്ങിയാൽ എന്നോടുള്ള ബഹുമാനം കൊണ്ട് എന്റെ നാട്ടുകാരും വിളിച്ചുണർത്തൂല. ഒരു വിഷയം എന്നോട് പറയാനുണ്ടെങ്കിൽ ഞാൻ ഉണരുന്നത് കാത്തു നിൽക്കും. അത്രയും ബെസ്റ്റാണ്. അതൊക്കെ ശരിയാണ്. അദ്ദേഹം പോയി വീട്ടിന്റെ മട്ടുപ്പാവിലേക്ക് കയറി നിന്നിട്ട് പറഞ്ഞു, അയ്യുഹന്നാ, അല്ലയോ ജനങ്ങളെ, നിങ്ങൾ സത്യമതത്തിലേക്ക് വരണം, ലാ ഇലാഹ ഇല്ലല്ലാഹിലേക്ക് വരണം. അദ്ദേഹം പ്രസംഗിച്ചു. ആ പ്രസംഗം കഴിഞ്ഞിട്ട് മഹാനായ സ്വഹാബിയുടെ ശരീരം ജീവനോടെ മട്ടുപ്പാവിൽ നിന്ന് താഴേക്ക് ഇറങ്ങിയിട്ടില്ല. ജനാദയായിരുന്നു മുകളിൽ നിന്ന് താഴേക്ക് ഇറങ്ങിയത്. വഹുവ സ്വാഹിബു യാസീൻ വഫീകും സ്വാഹിബു യാസീൻ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, യാസീനിൽ പരാമർശിക്കപ്പെട്ട ഒരു മഹാത്മാവിനെ പോലെ ഒരു സ്വഹാബി നിങ്ങളുടെ കൂട്ടത്തിലുണ്ട്. ആ സ്വഹാബിയാണ് വീട്ടിന്റെ മട്ടുപ്പാവിൽ കയറി ഇസ്ലാമികമായ വിശ്വാസവും ആചാരവും പ്രചരിപ്പിക്കാൻ തുടങ്ങിയപ്പോൾ ആളുകൾ കല്ലെറിഞ്ഞിട്ട് ജനാസയാണ് താഴേക്ക് വന്നത് എന്ന് ചരിത്രത്തിൽ കാണുന്നു. അപ്പൊ ഇതേപോലെ സമൂഹത്തിന്റെ ഒരുപാട് കഷ്ടപ്പാടുകളെയും എതിർപ്പുകളെയും അതിജയിച്ചുകൊണ്ട് ഒരു കാര്യം ഇവിടെ നല്ലത് സ്ഥാപിച്ചെടുക്കുവാൻ നമുക്ക് കഴിയും. അതിന്റെ അർത്ഥം നാം എക്സ്പ്ലോസീവായി പ്രവർത്തിക്കണമെന്നല്ല. നാം വളരെ നയപരമായിട്ട് മാത്രമേ ഇടപെടാൻ പാടുള്ളൂ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എത്ര നയപരമായിട്ടാണ് പെരുമാറിയത് നിങ്ങൾ നോക്കൂ. അവിടുന്ന് സ്വകാര്യമായ ഇസ്ലാമിക പ്രചരണം, അത് കഴിഞ്ഞ് പരസ്യമായ പ്രചാരണം, ഇതെല്ലാം നടത്തിയിട്ട് ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടുന്ന് പ്രാക്ടിക്കലി പരിശുദ്ധമായ ഇസ്ലാം കൊണ്ടുവരുന്നതിന് മുമ്പ് വളരെ നയപരമായി ആദ്യമായി തന്റെ കൂട്ടുകാരനോട് ഇസ്ലാമിക ദഅവത്ത് നടത്തി. വിശദീകരിക്കാൻ സമയമില്ല. ഇതെല്ലാം നടത്തിയിട്ടോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ലിമാലാ ഹാജറ ഉമർ ജഹ്റൻ വഹാജറ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സിർറാ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ രഹസ്യമായിട്ടാണ് മദീനയിലേക്ക് യാത്രയായത്. ഉമർ റളിയല്ലാഹു അൻഹു പരസ്യമായിട്ടാണ് പോയത്. എന്താണ് കാരണം എന്ന് മഹാന്മാർ ചോദിക്കുന്നുണ്ട്. കാരണം എന്താണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പരസ്യമായി പോയാൽ ചിലപ്പോൾ എന്ത് സംഭവിക്കും? അവിടെ സംഘട്ടനങ്ങൾ ഉണ്ടാകും, രക്തച്ചൊരിച്ചിലുണ്ടാവും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തടുക്കുമ്പോൾ ഒരു മറുകക്ഷി വരും, അവിടെ പ്രശ്നങ്ങൾ ഉണ്ടാവും. അപ്പോൾ അവിടെ പ്രതിസന്ധി ഉണ്ടാവും. ഇതാർക്ക് പാഠമാണ്? ഒരു മഹലിൽ ജോലി ചെയ്ത് ആ മഹലിൽ നിന്ന് സമ്മതനായ ഒരു ഖതീബ് ചിലപ്പോൾ ഒരു സമയത്ത് പോകേണ്ടി വന്നാൽ അടുത്ത വെള്ളിയാഴ്ച നിന്ന് ഒന്ന് കത്തിച്ചിട്ട് പോകാം എന്ന് ഖതീബ് തീരുമാനിക്കാൻ പാടില്ല. അപ്പോൾ അവിടെ മഹലിൽ രണ്ട് കക്ഷികൾക്കുണ്ടാകും. നാം ഒരു വ്യക്തി മാത്രമാണ്. നമ്മൾ പോകൽ മസ്ലഹത്താണെന്ന് കണ്ടാൽ ആ നാട്ടിൽ മസ്ലഹത്ത് നിലനിർത്തിയിട്ട് പോകാൻ നമുക്ക് കഴിയും. അതിനുള്ള പാഠമാണ്. അതേസമയത്ത് ചില സ്ഥലങ്ങളിലോ വിദഗ്ധക്കാർ ആ മുസ്ലിയാർ എന്തെങ്കിലും തെറ്റ് ചെയ്തിട്ടായിരിക്കും പോയത് എന്ന തെറ്റിദ്ധാരണ പരത്തുന്ന നാടുണ്ടാവും. ഒരു മുസ്ലിയാർ തെറ്റെന്ന് കണ്ടിട്ട് സംഗതി എന്തെങ്കിലും കാണും എന്ന് പറയുന്ന സ്ഥലമാണെങ്കിൽ എന്ത് വേണം? സഹോദരങ്ങളെ, ഞാനിവിടെ തൽക്കാലം ഇനി വേറൊരു സ്ഥലത്തേക്ക് സേവനം മാറ്റുന്നു എന്ന് വെള്ളിയാഴ്ച മാന്യമായി യാത്ര പറഞ്ഞിട്ട് പോകണം. ഹാജർ ഉമർ പരസ്യമായി യാത്ര ചെയ്ത് അങ്ങനെ മുസ്ലിങ്ങൾ ഭീരുക്കളല്ല എന്ന് പഠിപ്പിച്ചു തരാനാണ്. നാം ഒരു നാട്ടിൽ നിന്ന് പോകുമ്പോഴേക്ക് ഇതിന്റെ രണ്ടു വശങ്ങളെയും ബാലൻസ് ചെയ്യാൻ സയ്യിദുനാ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചു. അപ്പൊ അവരുടെ സമൂഹത്തിന്റെ ഇടയിലുള്ള ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാവും. എല്ലായിടത്തും ചെല്ലുമ്പോ ഞാൻ SSFന്റെ SYSന്റെ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സംഘടനയുടെ ജില്ലാ സെക്രട്ടറിയോ പ്രസിഡന്റോ നേതാവോ ഒക്കെയാണ് എന്ന് വിചാരിച്ചിട്ട് എല്ലായിടത്തും ചെല്ലുമ്പോ എല്ലാവരും ഒരുപാട് ബഹുമാനിച്ചു കൊള്ളണമെന്നില്ല. അതിന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ജീവിതത്തിൽ കാണാം. സ്വഹാബികൾ വരുന്നു, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പേര് പറയാത്ത സ്വഹാബികളുണ്ട്. തഅദീമൻ ലിശരിഹി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടുള്ള മഹത്വം മനസ്സിലാക്കി പേര് പറയാനോ നേരെ നോക്കാനോ പറ്റാത്ത സ്വഹാബികൾ
സമയത്ത് ഹദീസിൽ നോക്കിയാൽ കാണാം ചില ആളുകൾ യാ മുഹമ്മദ് എന്ന് പറഞ്ഞുകൊണ്ട് വരുന്നു. ആരാണ്? ഗ്രാമീണരായ അറാബികളായ ആളുകൾ. അവർക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് യാതൊരു സ്നേഹക്കുറവുമില്ല, ഒരു ദേഷ്യവുമില്ല. ഒരു പക്ഷേ നാട്ടിലുള്ളവരെക്കാളും കാട്ടിലുള്ളവർക്ക് നിഷ്കളങ്കതോട് സ്നേഹം ഉണ്ടാവും. പക്ഷേ അവരുടെ സംസ്കാരത്തിന് വ്യത്യാസമുണ്ട്. അവർ ആദരപൂർവ്വം വിളിക്കുന്നതാണ് ഓ മുഹമ്മദേ, അല്ലെങ്കിൽ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിളിക്കുന്നത്. അപ്പോൾ അത് കേട്ടിട്ടേ ഞാനിപ്പോ ഇങ്ങനെ വലിയ നേതാവായി നടക്കുമ്പോ എന്നെ പേരിട്ട് വിളിക്കാനോ എന്നെ തെറ്റിദ്ധരിക്കേണ്ടതില്ല. ഇതുപോലെ നിങ്ങളുടെ പ്രവർത്തകരുടെ കൂട്ടത്തിലും സാധാരണക്കാരായ ആളുകൾ അവർക്ക് സ്നേഹവും ബഹുമാനവും കൊണ്ട് അവർ മനസ്സിലാക്കിയ സ്നേഹം അടയാളപ്പെടുത്തുമ്പോ നമ്മുടെ മുത്താലിമീങ്ങൾ നിൽക്കുമ്പോൾ അവർ നിന്ന് കൊള്ളണമെന്നില്ല. സാധാരണക്കാരായ പ്രവർത്തകരുടെ ട്രീറ്റ്മെന്റ് ചിലപ്പോൾ അങ്ങനാവും. നമുക്കുള്ള ദൗത്യം അവരുടെ ഇടപാടുകളിൽ മുഴുവനും ക്ഷമിച്ചു നിന്നുകൊണ്ട് നാം വെളിച്ചം പകർന്നു കൊടുക്കലാണ്. അപ്പൊ ഈ ഇരിക്കുന്ന കൂട്ടത്തിൽ നാം മഹല്ലുകളിൽ, പള്ളികളിൽ, സ്ഥാപനങ്ങളിൽ സേവനം ചെയ്യുന്നവർ സമൂഹത്തിന്റെ ഇടയിലുള്ള ഇസ്ലാഹിന് വേണ്ടി ഇറങ്ങുകയും സാധാരണക്കാരായ ആളുകൾ മതത്തെ അറിയാനും പഠിക്കാനും ഇറങ്ങുകയും ചെയ്താൽ അങ്ങനെയാണ് ഇസ്ലാം ഇവിടെ പ്രായോഗികമായ ഒരു മതമായി അല്ലെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ ഒരു മുസ്ലിം സൊസൈറ്റിയെ രൂപപ്പെടുത്താൻ കഴിയുന്നത്. നമ്മൾ ആലോചിച്ച് നോക്കൂ, ഇങ്ങനെ ഒരു അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള വൈജ്ഞാനികമായ ദാനപ്രദാനങ്ങൾ ഇല്ലാത്തതിന്റെ പേരിൽ നമ്മുടെ സമൂഹം ഇന്ന് ഇസ്ലാമിൽ നിന്ന് അകന്നുകൊണ്ടേയിരിക്കുകയാണ്. അപ്പൊ നിങ്ങൾ നോക്കൂ, സാധാരണക്കാരായ മുസ്ലിങ്ങൾ വിശേഷിച്ച് കുറച്ച് വിദ്യാഭ്യാസവും സംസ്കാരവും ഉണ്ടെന്ന് സ്വന്തം തോന്നിപ്പോയാൽ വലിയ വിപത്താണ്. ഞാൻ തിരക്കേടില്ല, ഞാൻ വലിയ ഗവൺമെന്റ് ഉദ്യോഗസ്ഥനാ, ഞാൻ തിരക്കേടില്ല, കുറച്ച് വിദ്യാഭ്യാസത്തിലുള്ള ആളാ, അങ്ങനെ തോന്നിയ ആളുകൾക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ്. അങ്ങനെയൊക്കെയുള്ള സൊസൈറ്റി, ഒരു ഡിമാൻഡ് റെസ്പോൺസുള്ള ഒരു സൊസൈറ്റിയിലാണ് ജീവിക്കുന്നതെങ്കിൽ അവിടെ മാറ്റിയെടുക്കാൻ കുറച്ച് പണിയാണ്. അത്തരമുള്ള ആളുകൾ അല്ലാഹുവിന്റെ മതം എന്ന് പറയുന്നു എന്ന് ആലോചിക്കാൻ പോലും അവർക്ക് നേരമില്ല. അവരെ നിസ്കരിക്കാൻ നേരം ചോദിക്കുന്നു, നിസ്കരിക്കുന്ന എങ്ങോട്ട് തിരിഞ്ഞാൽ ചിലപ്പോൾ വിദ്യാരോട് ചോദിച്ചെന്ന് വരാം. ട്രെയിനിലോ ബസ്സിലൊക്കെ പോകുന്ന അതിന് സമയമായോ അങ്ങനെയൊക്കെ ചോദിച്ചെന്ന് വരാം. അതേ സമയത്ത് ജീവിതത്തിന്റെ മറ്റു തലങ്ങളിൽ അവർ അന്വേഷിക്കുകയോ ഇടപെടുകയോ ഇസ്ലാം എന്ന് പറഞ്ഞൊന്ന് ചിന്തിക്കുകയോ ചെയ്യില്ല. നിസ്കരിക്കാൻ നേരം, ഹജ്ജ് ചെയ്യാൻ നേരം, അങ്ങനെ ചുരുക്കം ചില ആരാധനകളിൽ മാത്രം അവർ അല്ലാഹുവിന്റെ മതത്തെ നോക്കി. അല്ലാത്തതല്ലോ അവർക്ക് ഇഷ്ടമുള്ളതുപോലെയാണ്. ഈ സമൂഹത്തിന്റെ ഉപാധികളും സാധാരണക്കാരുമായ ആളുകൾ അവരവരുടെ ഇഷ്ടത്തിനനുസരിച്ച് മതത്തെ വിനിയോഗിക്കുന്നു. മോളെ കല്യാണം കഴിക്കാൻ നേരം ഭർത്താവ് എന്റെ മകൾക്ക് കെട്ടിച്ചു കൊടുക്കുന്ന ഭർത്താവ് എങ്ങനെയായിരിക്കണം, അവിടെ മതത്തിന്റെ കാഴ്ചപ്പാടൊന്നുമില്ല. ആര് ചിലരുള്ളവരും പേരുള്ളവരാണോ എന്ന് മാത്രമേ നോക്കൂ. അവിടെ എന്റെ മരുമകൾക്ക് ഒരു മിനിമം 5 നേരത്തെ നിസ്കാരമെങ്കിലും നിലനിർത്തുന്നവനാകണം, എന്റെ മകളെ ഏൽപ്പിച്ചു കൊടുക്കുന്നവൻ എന്ന ഇസ്ലാമിക വകതിരിവ് ഈ സമുദായത്തിന് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. കേവലം മണി ഓർ ഫെയിം ഓറിയന്റഡ് മാത്രമായി മാറി. നാം ആ ഒരു ലക്ഷ്യത്തിലേക്ക് മാത്രം മാറി. അപ്പൊ അവിടുന്ന് തുടങ്ങണം സയ്യിദുൽ വറാ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ 4 പെൺമക്കളുടെ ഉപ്പയായിരുന്നു. പെൺമക്കളെ കെട്ടിച്ചു കൊടുക്കാൻ നേരം നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സ്വീകരിച്ച മാനദണ്ഡം എന്താണ്? ആരാണ്? അന മദീനത്തുൽ ഇൽമി വഅലിയുൻ ബാബുഹാ. ബഹുമാനപ്പെട്ട അലി ബിൻ അബി ത്വാലിബ് റളിയല്ലാഹു അൻഹു വൈജ്ഞാനിക പ്രപഞ്ചത്തിന്റെ കാവൽക്കാരനാണ്, വാതിൽക്കാരനാണ്. ഫാത്തിമത്തുൽ സഹ്റായെ കെട്ടിച്ചു കൊടുത്തത് ആ പരിജ്ഞാനിക്കാണ്. പണം ഇല്ലായിരുന്നു. പിന്നെ നോക്കൂ, 2 മക്കളെ 2 സമയങ്ങളിലായി ഭർത്താവായ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു ആരാണ്? പണമുണ്ടായിരുന്നു, പക്ഷേ അതോടൊപ്പം തഖ്വയുള്ള ആളായിരുന്നു. പണമുള്ളത് കൊണ്ടാണ് മുസ്ലിം സൈന്യത്തിന് കിണർ വേണ്ട സമയത്ത് കിണർ വാങ്ങിക്കൊടുത്തത്. ഉസ്മാൻ റളിയല്ലാഹു അൻഹു സ്വത്ത് കൊണ്ട് വാങ്ങിക്കൊടുത്തതാണ്. അപ്പൊ എന്റെ മകൾക്ക് പണക്കാരനായ ഭർത്താവ് ഉണ്ടാകാം, പ്രശ്നമില്ല, പക്ഷേ അയാൾക്ക് ഈമാനുണ്ടോ? ബഹുമാനപ്പെട്ട ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു ഖബർസ്ഥാനിന്റെ അരികിലൂടെ നടന്നാൽ അവിടുന്ന് യാന്ത്രികമായി കണ്ണുനീരൊലിച്ചുകൊണ്ട് കവിൾത്തടത്തിൽ തടം തീർത്തവരായിരുന്നു. അത്രയും വലിയ മുത്തഖിയായ മനുഷ്യൻ, തഖ്വയുടെ നേതാവ്. അപ്പൊ അതാണ് എന്റെ മനസ്സിലേക്ക് വരേണ്ടത്. എന്റെ മകൾ അത്യാവശ്യം നല്ലവൾ, എനിക്ക് കുറച്ച് സാമ്പത്തികമായി പശ്ചാത്തലമുണ്ട്. എന്റെ മകൾക്ക് കെട്ടിച്ചു കൊടുക്കുന്നത് അത്യാവശ്യം സാമ്പത്തിക നിലവാരം വേണം, ചിന്തിക്കുന്നതിൽ തെറ്റില്ല. പക്ഷേ അതോടൊപ്പം എന്റെ മകളെ കൊണ്ടു നടക്കേണ്ട ഒരു ഇസ്ലാമിക ബോധമുണ്ടോ എന്ന ഒരു പ്രാഥമിക വിചാരം ഈ സമുദായത്തിനുണ്ടാകണം. അപ്പോഴേ അവിടെ പ്രാക്ടിക്കലി ഇസ്ലാം ഉണ്ടാവുകയാണ്. ഇങ്ങനെ ഓരോ മതത്തിനും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇടപാടുകൾ നടത്തിയപ്പോ അവിടെയെല്ലാം മതം എന്ത്
എന്ത് ഒരു മനുഷ്യൻ എന്ത് പാലിക്കണമെന്ന് ആലോചിച്ചു തന്നിട്ടുണ്ട്. ആരാധനകൾക്ക് നേതൃത്വം കൊടുക്കുന്ന, അതുപോലെ തന്നെ മതകീയമായ കാര്യങ്ങൾക്ക് നേതൃത്വം കൊടുക്കുന്നയാളാണ് എന്ന ഒരു ബോധം ഈ സമുദായത്തിന് വരുന്നില്ല. ആ കാരണം നിസ്കാരത്തിന് നേതൃത്വം കൊടുക്കുന്ന പദവി ഒരു പദവിയായി നാം കാണുന്നില്ല. ഏറ്റവും കുറഞ്ഞ ശമ്പളമുള്ള പദവിയായി മാത്രമേ നമ്മൾ കണ്ടിട്ടുള്ളൂ. അവിടെയാണ് സമൂഹത്തിൽ. അപ്പോൾ ഈ നിലയ്ക്ക് നിക്കാഹിന്റെ ആ സമയത്ത് മാത്രം മുസ്ലിയാരെ കമ്മിറ്റിക്കാരും നാട്ടുകാരും ഒക്കെ പറയുന്ന അനുസരിച്ച് മര്യാദയോടെ വന്നിരുന്ന് നിക്കാഹ് കഴിച്ചു കൊടുത്ത് വിട്ടോളണം. ഇത് മാത്രമാണുള്ളത്. അത് കഴിഞ്ഞാലോ അവിടെ ചിലപ്പോ പടക്കം പൊട്ടും. അതിൽ മുസ്ലിം ഇടപെടാൻ പാടില്ല. നിക്കാഹ് കഴിക്കുന്ന സമയത്ത് അവിടെ ചില മൾട്ടി ചാനലുകളും നർത്തകിമാരും ഉണ്ടാവും. അതിലൊന്നും ഇടപെടാൻ പാടില്ല. കണ്ണും കാതും കൂട്ടിയിരുന്ന് എങ്ങനെയെങ്കിലും പോയിക്കോളണം. പിന്നെ എന്തിനാ മുസ്ലിംമാരിന് പോണത്? ഇപ്പൊ പള്ളിയിൽ സത്യന്മാരായ ആളുകളുണ്ടാവും. എന്നാൽ അവർക്ക് ബഹിഷ്കരിച്ചൂടെ? പലതരങ്ങളിൽ ബഹിഷ്കരിക്കാത്തത് എന്താണെന്നറിയോ? ചിലപ്പം ബഹിഷ്കരിച്ച് കഴിഞ്ഞാൽ പറയും മുസ്ലിയാരെ അതൊന്ന് തൽക്കാലം ഞങ്ങളുടെ ആചാരം നിലക്കിയതാ, എന്റെ മോളെ മരുമകളുടെ പറഞ്ഞു വിടും, നിക്കാഹിൽ എത്ര ആളുകൾ ജീവിക്കുന്നില്ലേ എന്നെങ്ങാനും ചിലപ്പോ ജാഹിലികൾ കാണിച്ചു കളയും. അതുകൊണ്ടാണ് ചിലപ്പോൾ നമ്മൾ നിർബന്ധിതരായി നിക്കാഹ് കൊടുക്കേണ്ടത്. ചുരുക്കി പറഞ്ഞാൽ അങ്ങനെ സമൂഹത്തിൽ അള്ളാഹുവിന്റെ മതം ഒരു കല്യാണത്തിന്റെയും ആചാരത്തിന്റെയും സമയത്ത് എന്റെ മതം എന്ന് പറയുന്നു എന്ന് വിചാരിക്കാൻ ഈ സമൂഹത്തിലെ നല്ലൊരു ശതമാനത്തെയും കിട്ടാനില്ല. ഇതുപോലെ നമ്മുടെ സമൂഹത്തിൽ പണത്തിന്റെയും പ്രതാപത്തിന്റെയും സാന്നിധ്യം കൊണ്ട് അള്ളാഹുവിന്റെ മതത്തെ ഓരോ ദിവസവും അള്ളാഹുവിന്റെ ദീന് മരിക്കുക എന്ന് പറഞ്ഞാൽ ബോംബ് വീണിട്ടോ വെടിവെച്ചിട്ടോ ഭൂകമ്പം ഉണ്ടായിട്ടോ ഉരുൾപൊട്ടലുണ്ടായിട്ടോ എന്നല്ല ദീന് മരിക്കുക. ഓരോരോ സുന്നത്ത് ഇങ്ങനെ അരിഞ്ഞരിഞ്ഞരിഞ്ഞരിഞ്ഞ് അങ്ങനെയാണ് ഇസ്ലാമില്ലാതാവുക. ഓരോരോ സുന്നത്ത് പോകും. ഇപ്പൊ നമ്മുടെയൊക്കെ പള്ളികളിൽ പോയാലോ പള്ളിയിൽ വരുന്ന എല്ലാ ആളുകളും തലമറച്ചിരുന്നു. ഇപ്പൊ പള്ളി പകുതിയായി, സുന്നത്ത് പകുതി പോയി. അങ്ങനെ പോയിട്ടാണ് ഈ ഇസ്ലാമിനെ ഇല്ലാതാക്കപ്പെടുക. അവിടെ ഒന്നും പ്രതികരിക്കാൻ പറ്റാത്തൊരവസ്ഥയിലേക്ക് നമ്മൾ എത്തി. അതുപോലെ തന്നെ ഇത് നിക്കാഹിനടുത്ത് മാത്രമല്ല, മരിക്കുന്ന സ്ഥലത്ത് എന്ത് ചെയ്യണമെന്ന് തീരുമാനിക്കുന്നത് ഒരാളെ മര്യാദക്ക് മരിക്കുന്ന സമയത്ത് മയ്യത്തിറക്കാൻ നേരം വരണം, കവറടക്കാൻ നേരം വരണം. അവർ നിശ്ചയിച്ച ചില സമയങ്ങളിൽ ഉമറാക്കൾ പറഞ്ഞ സ്ഥലത്തെ മൊയ്യാമാർക്ക് അല്ലെങ്കിൽ ആര്യങ്ങൾക്ക് പോകാനും ബാക്കിയൊക്കെയോ അവർ തീരുമാനിക്കും. ഇവിടെ ഏറ്റവും വലിയ വിപത്ത് എന്താണ്? മയ്യത്തുകളെ പരസ്യമായി ദർശനം നടത്തുന്നു എന്ന ഒരു തെറ്റ് വളരെ വ്യാപകമായി നമ്മുടെ സമൂഹത്തിൽ നിലനിൽക്കുന്നു. എന്ന് പറഞ്ഞാൽ അന്യ സ്ത്രീയുടെ ജനാസ അന്യപുരുഷൻ കാണാൻ പാടില്ല, അന്യപുരുഷന്റെ ജനാസ അന്യ സ്ത്രീയും കാണാൻ പാടില്ല. പൊതുദർശനം ഇസ്ലാമികമേ അല്ല. എത്ര നാട്ടിൽ നടന്നു? കോട്ടത്തൊക്കെ അങ്ങനെ തന്നെ അമ്മാവ് എനിക്കറിഞ്ഞു. ഏതായാലും അങ്ങനെ പരസ്യമായി സ്ത്രീ പുരുഷന്മാരുടെ ജനാസകൾ അങ്ങോട്ടും ഇങ്ങോട്ടും കാണുന്ന പൊതുദർശന പ്രവണതകൾ നിലനിൽക്കുന്നു. അപ്പൊ ഇസ്ലാമിൽ വരെ ഞാനിപ്പോ അടുത്ത് നല്ല സ്വാലിഹത്തായ ഒരു മരിച്ചു. അവര് തെറ്റും ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞാൽ അവർ നല്ല സ്ത്രീയാണ്, നല്ല ദീനനുസരിച്ച് ജീവിക്കുന്ന ആളുകളാണ്. പതിറ്റാണ്ടുകളോളമായി തഹജ്ജുദും ദുഹയും ഒന്നും മുടങ്ങാതെ നല്ല ആബിദത്തായി ജീവിച്ച ഒരു നടക്കും. അപ്പോ ഇന്ന് മരണ വീടുകളെല്ലാം രാഷ്ട്രീയം വളർത്താനുള്ള വീടുകളാണ്. രാഷ്ട്രീയം വളർത്താൻ കോൺഗ്രസ്സുകാരൻ കുടുംബത്തിലുണ്ടെങ്കിൽ എല്ലാ കോൺഗ്രസ്സുകാരും വിളിച്ചു വരും. മരിച്ചവർക്ക് ഉമ്മാടെ പുറത്തുകൂടെ റീത്തുമുണ്ടോ? പിന്നെ ഉമ്മാനെ കാണാൻ പഞ്ചായത്ത് മെമ്പറും മുതൽ അന്ന് MP MLA വരെ എല്ലാവരും കാണും. മോനെ ഈ മരിച്ചു കിടക്കുന്ന ഉമ്മായി വെച്ചിട്ട് നിനക്ക് MP ആവും, അല്ലെങ്കിൽ നിനക്ക് താൻ കിട്ടണോ? ഉടനെ വിളിക്കുന്നത് ഏതെങ്കിലും ആരോഗ്യങ്ങളല്ല. ഞാനിത് എന്റെ അനുഭവത്തിൽ എന്ന് പറയാനത്. കഥവിട്ട കാക്കന്മാരെ കോൺഗ്രസിന്റെ ലീഡർമാരെ വിളിക്കും, മറ്റേ ലീഡർമാരെ വിളിക്കും. രാഷ്ട്രീയമെല്ലാം തുല്യമാണ്. ആദ്യം വിളിക്കുന്ന പഠിച്ചോനെ എവിടെയെങ്കിലും ഒരു തങ്ങളും മൊഴിയാറുണ്ടോ ഒന്ന് എന്റെ ഉമ്മാക്ക് മൈസ്കരിക്കാൻ, അല്ലെങ്കിൽ എവിടെ 10 മുത്താലികളെ വിട്ടു ഓടാൻ. അതിന് മുമ്പേ വിളിക്കുന്നത് അതോ ഇന്ന ആളല്ലേ എന്റെ ഉമ്മ വെച്ചു. അപ്പൊ അവിടെ എത്തും, വെയ്ത്തും കൊണ്ടുവരും. ഈ നിലവാരത്തിലേക്ക് നമ്മുടെ മുസ്ലിം വീടുകൾ അധപ്പതിക്കുകയും മുസ്ലിം ജനാതകൾ സ്ത്രീകളുടേതും പുരുഷന്മാരുടേതും പരസ്യമായി ദർശനം നടത്തുകയും ചെയ്യുന്നു. അങ്ങനെ പരസ്യ ദർശനം നടത്തൽ തെറ്റാണ്, നിഷിദ്ധമാണ്. പക്ഷെ അവിടെ ഒന്നും മതം നോട്ടമില്ല. നമുക്ക് ഇഷ്ടമുള്ളതൊക്കെ ചെയ്യുന്നത്. ഏതെങ്കിലും മരിച്ച വീട്ടിൽ പോയി ഇങ്ങനെ പറയാൻ നമുക്ക് ധൈര്യമുണ്ടോ? ചിലപ്പോൾ അടുത്ത കവർ ഒഴിക്കും. ചില വണ്ടികളൊക്കെ ഇപ്പൊ റെഡിമെയ്ഡ് കവറാ, സമയത്ത് വെട്ടാൻ കിട്ടാത്തതുകൊണ്ടല്ലോ റെഡിമെയ്ഡ് ആക്കി ഉണ്ടാക്കിയില്ല. അവിടെ അങ്ങനെ അവർ ചുരുക്കി പറഞ്ഞാൽ ഇതേപോലെ നമ്മുടെ അവിടെ മതം എന്ന് പറയുന്ന ഒരു വിഷയമല്ല. അപ്പൊ ഞാൻ അവരോട് പറഞ്ഞു,
കാര്യം ചെയ്യും, നിങ്ങൾ കടപ്പെട്ട അടുത്ത കുടുംബത്തിലുള്ള പുരുഷന്മാരെ മാത്രം കാണും, സ്ത്രീകളെല്ലാം കണ്ടോട്ടെ. എന്നെങ്കിലും നിങ്ങൾ റെസ്ട്രിക്ഷൻ ആക്കാൻ വേണ്ടി 2 മിനിറ്റ് ഒന്ന് ശ്രമിച്ചു നോക്കിയപ്പോ അവര് വന്ന് നമ്മൾ ചൂടായി. തൽക്കാലം തടിച്ചിലാമത്താക്കളെ പിന്നെ നമുക്ക് നിർവാഹമുള്ളൂ. ഈ നിലയിലേക്ക് എത്തിയെന്ന് മാത്രമല്ല, പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇന്ന് എവിടം വരെ എത്തിയെന്നറിയോ? മയ്യത്തൊക്കെ കുളിപ്പിച്ച് പള്ളിയിൽ കൊണ്ടുപോയി നിസ്കാരം കഴിഞ്ഞ് കവറിലേക്ക് വരാൻ നേരം 3 താത്താമാര് താമസിറങ്ങി. കണ്ടില്ല, ഒന്ന് കാണുന്നു. നമ്മൾ കവറിന്റെ കരയിൽ വെച്ച് തുറന്നു കൊടുക്കും, അല്ലെങ്കിൽ കവറിൽ ഇറക്കിയ മയ്യത്ത് ഒന്ന് തുറന്നു കൊടുത്താൽ 2 പേര് കാണാനുണ്ട്. ഇങ്ങനെ കാണലെന്ന പൊതുദർശന സംസ്കാരം തന്നെ ഇസ്ലാമില്ല. ഞാൻ അടുത്ത തിരുവനന്തപുരം ജില്ലയിൽ ഒരു മയ്യത്ത് കവറെടുക്കൽ കൂടിയപ്പോൾ ഇതേപോലെ മയ്യത്ത് വണ്ടിയിലേക്ക് കൊണ്ടുവന്ന് കവറിലേക്ക് ഇറക്കാൻ നേരമുണ്ട് 2-3 സ്ത്രീകൾ. ഞാൻ പറഞ്ഞു മയ്യത്ത് കാണാൻ പറ്റില്ല. ഞാൻ അവരോട് ചോദിച്ചു, ആദ്യം നിങ്ങൾ ഈ മയ്യത്തിന്റെ ആരാ, മോളോ ഉമ്മയോ മറ്റൊരാണോ, ഇമ്മീഡിയറ്റ് റിലേഷനാണോ, കാണേണ്ടവരാണോ എന്ന് ഞാൻ ആദ്യം വെരിഫൈ ചെയ്തു. എന്നിട്ട് ചോദിച്ചു, ഇതിനെ പറഞ്ഞ് കാണാൻ പറ്റില്ല, അത് മയ്യത്തിനോട് ചെയ്യുന്ന അക്രമമാണ്, നമ്മൾ ചെയ്യരുത്. ഇവർക്ക് എന്നോട് ദേഷ്യം പിടിച്ചിട്ട് അവിടെ ആളുകളോട് പറഞ്ഞു, എന്തോ ഒരു ഭാഗ്യത്തിന് എന്റെ ജ്യേഷ്ഠനോട് തന്നെ പറഞ്ഞു. പക്ഷെ ഞാൻ ജ്യേഷ്ഠനാണെന്ന് അറിയില്ല, ആ മുസ്ലിയാരെ കാണാൻ സമ്മതിക്കുന്നില്ല എന്ന് പറഞ്ഞു. അപ്പൊ ആ മുസ്ലിയാർ അങ്ങനെ തന്നെയാണ്, അതുകൊണ്ട് തൽക്കാലം പിടിച്ചപ്പോ ബുദ്ധിമുട്ടാണ് എന്ന് പറഞ്ഞ് തൽക്കാലം ഞങ്ങൾ 2 തമ്മിലുള്ള റിലേഷൻ അറിയാതെ ഇക്കാക്ക പറഞ്ഞു കൊടുത്തു. അവനോട് കടപ്പാടുള്ള ആളുകളുടെ ബാധ്യതയാണ്. മരിച്ചു കിടക്കുന്ന വാപ്പായെ അന്യ സ്ത്രീകളെല്ലാം കൂടെ വന്ന് കണ്ടാൽ കുറ്റം വാപ്പാക്കില്ല. എല്ലാവരും കൂടെ വന്ന് കണ്ടാൽ കുറ്റം വാപ്പാക്കില്ല. പിന്നെ ആർക്കാണ് കുറ്റം? ഈ ബാധ്യസ്ഥനായ മകനാണ് കുറ്റക്കാരൻ. വാപ്പയ്ക്ക് ഇപ്പം നിയമത്തിന്റെ കാലം കഴിഞ്ഞു. അതുപോലെ തന്നെ ഉമ്മാന്റെ ജനങ്ങൾക്ക് അന്യപുരുഷന്മാർ വന്ന് കണ്ടാൽ അത് കൈകാര്യം ചെയ്യുന്ന ബാധ്യതയുള്ള ആളുകൾക്കാണ് കുറ്റക്കാർ. നിങ്ങൾ അറിയുമോ, ഇത് പറയുമ്പോൾ നിങ്ങൾ അത്യത്ഭുതമൊന്നും വിചാരിക്കേണ്ടതില്ല. ബഹുമാനപ്പെട്ട ആത്മീയ കേരളത്തിന്റെയും രാഷ്ട്രീയ കേരളത്തിന്റെയും പ്രതിനിധിയായ ബഹുമാനപ്പെട്ട ബാഫഖി തങ്ങൾ, അബ്ദുറഹ്മാൻ ബാഫഖി തങ്ങൾ മഞ്ചേരിയിൽ പങ്കെടുത്തു. ഒരു ജനാസയിൽ പങ്കെടുത്തുകൊണ്ട് ആളുകളോട് പബ്ലിക്കായിട്ട് ഇങ്ങനെ കാണുക. അന്ന് ബഹുമാനപ്പെട്ട തങ്ങൾക്ക് ധൈര്യവും വിമാനത്തൊക്കെ ഉള്ള കാല. മയ്യത്ത് ഫോട്ടോ എടുക്കാൻ വേണ്ടി തങ്ങൾ ഓടിച്ചു. അത് കഴിഞ്ഞിട്ട് എല്ലാവരും കയറിയത് മഞ്ചേരിയിലെ ഏതോ ഒരു വലിയ പ്രമാണികളാണ്. എല്ലാവരും കണ്ടു ചവിട്ടിത്തേക്കുമ്പോ അന്ന് ഒരു സമ്മേളനത്തിന് ഷംസുൽ ഉലമ അടക്കമുള്ള സമ്മേളനത്തിൽ അന്ന് ബഹുമാനപ്പെട്ടവർ പങ്കെടുത്തു. എന്നോട് ഈ സംഭവം പറഞ്ഞത് അബ്ദുറഹ്മാൻ ബാഫഖി തങ്ങളുടെ മകനാണ്. പങ്കെടുത്തപ്പോൾ അന്ന് ഷംസുൽ ഉലമ അടക്കമുള്ള പണ്ഡിതന്മാരോട് പറഞ്ഞു, എന്റെ ജനാസ പൊതുദർശനത്തിന് വെക്കുന്ന തരത്തിൽ വെച്ച് മരിക്കാതിരിക്കാൻ നിങ്ങൾ കാരണം. എനിക്ക് നാട്ടിൽ നിന്ന് മരിച്ച എല്ലാ പെണ്ണുങ്ങളെല്ലാം വന്ന് കാണും, അല്ലാത്തവരെല്ലാം വന്ന് കാണും. എനിക്കല്ലാത്ത തരത്തിൽ വെച്ച് മരിക്കണം എന്ന് ദുആക്കാൻ ആലിമീങ്ങളോട് വസിയ്യത്ത് ചെയ്ത അബ്ദുറഹ്മാൻ ബാഫഖി തങ്ങൾ ആ ഒരു സന്ദേശം ഏറ്റെടുത്ത്, കാരണം രാഷ്ട്രീയ രംഗത്ത് കൂടെ നിൽക്കുന്ന ആളാ, എല്ലാവരും വന്ന് കാണും, തടുക്കാനൊന്നും ആരുണ്ടാവില്ല എന്നതുകൊണ്ട് ബഹുമാനപ്പെട്ടവർ പ്രാർത്ഥിക്കുകയും അള്ളാഹുവിന്റെ വിശുദ്ധമായ ഹറമിന്റെ മുറ്റത്ത് വെച്ച് മരണപ്പെടുകയും ഖദീജ റളിയല്ലാഹു അൻഹയുടെ ഖബറിന്റെ അടുക്കലാണ് അബ്ദുറഹ്മാൻ ബാഫഖി തങ്ങൾക്ക് അല്ലാഹു ദറജ ഉയർത്തി കൊടുക്കട്ടെ. ലീഗിന്റെ സ്ഥാപനത്തിൽ ഇസ്ലാമിക കേരളത്തിന് അനിഷേധ്യമായ നേതൃത്വമാണ്. അവിടുന്ന് രാഷ്ട്രീയ തലത്തിൽ നിന്നപ്പോൾ പോലും ഇസ്ലാമിനെ പണയം വെക്കാതെ നിലനിർത്തിയതാണ്. നിങ്ങൾ മനസ്സിലാക്കണം, രാഷ്ട്രീയ സമ്മേളനം കോഴിക്കോട് കടപ്പുറത്ത് നടക്കുമ്പോ ജവഹർലാൽ നെഹ്റു പ്രസംഗിക്കാൻ നിൽക്കുമ്പോ ഒരാൾ മുസല്ലരിച്ച് നിസ്കരിക്കാൻ നിൽക്കണം. നെഹ്റു ചോദിച്ചു, അത്രയാൾ ആരാണ്? അപ്പോൾ പറഞ്ഞു, ലീഗ് എന്ന് പറയുന്ന രാഷ്ട്രീയ പ്രസ്ഥാനത്തിന്റെ നായകനായ അബ്ദുറഹ്മാൻ ബാഫഖി തങ്ങളാണ്. ആ മഗ്‌രിബിന്റെ സമയത്ത് അവ്വൽ വഖ്ത് നഷ്ടപ്പെടാതെ നിസ്കരിക്കുന്നത്. അപ്പൊ അവര് പൊതുരംഗത്ത് പോയപ്പോ മതം പണയം വെച്ചവരല്ല, മതത്തിന്റെ നിയമങ്ങളെ പാലിച്ചുകൊണ്ട് പൊതുരംഗത്ത് നിന്നവരാണ്. നമുക്കതിൽ ഒരുപാട് പാഠമുണ്ട്. അപ്പൊ നമ്മുടെ രാഷ്ട്രീയക്കാരായി പോയി കഴിച്ച് മതമെല്ലാം പണയം വെക്കാനല്ല. ഇതേപോലെ പ്രായോഗികമായി നമ്മുടെ ജീവിതത്തിൽ അള്ളാഹുവിന്റെ മതത്തെ കൈകാര്യം ചെയ്ത് ചിട്ടയോടെ മുന്നോട്ട് പോകാൻ നമുക്ക് സാധിക്കുമ്പോൾ മാത്രമേ ഇസ്ലാമിനോട് പ്രതിബദ്ധതയുണ്ടാവുകയുള്ളൂ, ഇസ്ലാമിനോട് കടപ്പാടുണ്ടാവുകയുള്ളൂ. അല്ലെങ്കിൽ ഇപ്പൊ ഞാൻ പറഞ്ഞില്ലേ, ഈ സമൂഹത്തിൽ എവിടെയെങ്കിലും തിരുത്താൻ നമുക്ക് കഴിയുന്നുണ്ടോ? ഒരു മരണ വീട്ടിൽ തിരുത്താൻ നമുക്ക് കഴിയുന്നില്ല. അതുകൊണ്ട് എന്റെയും നിങ്ങളുടെയും ഒക്കെ ചുറ്റുവട്ടങ്ങളിൽ നമ്മുടെ സ്വന്തം വീടുകളിൽ മാറ്റം വരുത്താൻ നമുക്ക് കഴിയണം. എന്റെ ഉമ്മ മരിച്ചാൽ അന്യപുരുഷന്മാർ കാണാൻ പാടില്ല.
എന്ന നിർദ്ദേശം, നിയന്ത്രണം എന്റെ കയ്യിലുണ്ടാവണം. എന്നിട്ട് ഞാൻ വിചാരിച്ച എന്റെ വീട്ടിൽ നടക്കും. അന്യ സ്ത്രീകൾ ഇവിടെ അങ്ങനെ സ്ത്രീകളുണ്ട്. സ്ത്രീകൾ മരണപ്പെട്ടു കഴിഞ്ഞാൽ അന്യ പുരുഷന്മാർ കാണുന്നത് നല്ലതല്ല. അവർ മുന്നോട്ട് കസേരയിലിരിക്കട്ടെ, നമ്മുടെ ദുഃഖത്തിൽ പങ്കുചേരട്ടെ, അവർ പോകട്ടെ. അതിനാവശ്യമുള്ളൂ. കണ്ടിട്ട് ഈ മയ്യത്തിന് ചുക്കും കിട്ടാനില്ല. അതുകൊണ്ട് പൊതുദർശനം എന്ന പരിപാടി മാറ്റി നാം ഒരു മുസ്ലിമായ മനുഷ്യൻ മരണപ്പെട്ടാൽ മറ്റു മുസ്ലിമീങ്ങൾ ചെയ്യേണ്ടതുണ്ട്, ആ മയ്യത്തിന്റെ സംസ്കരണ ചടങ്ങുകളിൽ പങ്കെടുക്കണം. നമ്മുടെ നാട്ടിൽ നടന്നുകൊണ്ടിരിക്കുന്നത് എന്താ? രാവിലെ മുതൽ വൈകുന്നേരം പൂവായി നിന്ന് കണ്ടങ്ങ് പോകും. അതാണ് മയ്യത്ത് തിരിക്കാൻ 10 വരെ വന്നത്. മയ്യത്ത് കണ്ടവരോ 200-300 ആളായി. മയ്യത്തിനോട് കിടപ്പാട് വേണ്ടിയിട്ടില്ല. നാം അവിടെ മയ്യത്ത് നിസ്കരിച്ച് കബറടം നടത്തി അവിടെ നിന്ന് പിരിയുന്നത് വരെയാണ് ഒരു മുസ്ലിമിന് ആ മയ്യത്തിനോട് ബാധ്യത. ഇതുപോലെ നമ്മുടെ ജീവിതത്തിൽ അള്ളാഹുവിന്റെ വിശുദ്ധമായ എന്ത് പറഞ്ഞു എന്ന് പരിശോധിച്ച് അതനുസരിച്ച് കൊണ്ടുവരാൻ നമുക്ക് കഴിയണം. എന്റെയും നിങ്ങളുടെയും ഒക്കെ വീടുകളിൽ നിന്ന് പെൺകുട്ടികൾ പഠിക്കാൻ പോകുന്നുണ്ടല്ലോ. അള്ളാഹുവിന്റെ മതം ഒരു കുട്ടിയുടെ വേഷത്തിൽ എന്ന് പറയുന്നത് ചിന്തിക്കാൻ എത്ര ശതമാനം രക്ഷിതാക്കൾക്ക് ബോധമുണ്ട്? ഞാൻ വേണമെങ്കിൽ സ്കൂളിൽ നിന്ന് ഡേറ്റ അടക്കം പറഞ്ഞു തരാൻ കഴിയും. നമ്മുടെ മക്കളായ ആളുകൾ കൃത്യമായി തലയും മറച്ച് ചിട്ടയിലൂടെ പള്ളിക്കുളത്തിൽ പോയിരുന്നെങ്കിൽ ഇവിടെ മക്കളെ വിവാദം ഉണ്ടാവില്ലായിരുന്നു. കാരണം എന്താ? 100 മുസ്ലിം പെൺകുട്ടികൾ പഠിക്കുന്ന സ്ഥാപനത്തിൽ 2-3 പെൺപിള്ളേർ മക്കളെ ഇട്ടുകൊണ്ട് വരുമ്പോ അവരുടെ ടീച്ചേഴ്സിന് തോന്നും, ഏതാ ഈ 3 മാത്രം മൊത്തം വരുന്നില്ലല്ലോ, ഇതിന് 3 മാത്രം മത തീവ്രതയുള്ളത് കൊണ്ടാണ് ഞാൻ എഴുതുന്നത്. ഇത് അഫ്ഗാന്റെ മക്കളെയാണ് അവർ പറയുന്നത്. അപ്പൊ എന്തുകൊണ്ടാണ് നമ്മുടെ മതത്തിനെതിരെ വരുന്ന മുഴുവൻ എതിർപ്പുകളും ഒരു ഭാഗത്ത് മതവിരോധം ഉണ്ടെങ്കിലും മറുഭാഗത്ത് നമ്മുടെ കയ്യിലുള്ള മതനിഷേധമാണ് എന്ന തിരിച്ചറിവിലേക്കാണ് നാം വരുന്നത്. അതുകൊണ്ട് നാം മതത്തെ പഠിക്കുകയും പ്രായോഗികമായി ഇസ്ലാമിനെ നമ്മുടെ ജീവിതത്തിൽ കൊണ്ടുവരികയും ചെയ്യുമ്പോഴാണ് ഒരു മുസ്ലിമായി, ഒരു മുസ്ലിം സമൂഹത്തിന്റെ ഭാഗമായി, ഒരു ഇസ്ലാമിക സൊസൈറ്റിയുടെ അവിഭാജ്യ ഘടകമായി എനിക്കും നിങ്ങൾക്കുമൊക്കെ മാറാൻ കഴിയും. അങ്ങനെയാകുമ്പോഴാണ് ഈ സമൂഹത്തിന് കരുണ ചെയ്യാൻ കഴിയില്ല. നാം ഒരു മുസ്ലിമായി ജീവിക്കുമ്പോൾ ഒരു മനുഷ്യന്റെ മുസ്ലിമായ ഒരു മനുഷ്യന്റെ മാതൃകായോഗ്യമായ ജീവിതം ഒരാളോട് 1000 പേർ നടത്തുന്ന ഉപദേശത്തെക്കാൾ എഫക്റ്റീവ് ഒരാളുടെ ജീവിതമായിരിക്കും ആയിരക്കണക്കിന് ആളുകളെ പരിവർത്തിപ്പിക്കുക. ഇതാണ് ഇസ്ലാമിക ചരിത്രം. മാതൃകായോഗ്യനായ ഒരു മനുഷ്യനാണ് 3 രാജ്യത്തെ മുസ്ലിം സൊസൈറ്റിയെ രൂപപ്പെടുത്തുന്നത്. ബഹുമാനപ്പെട്ട സയ്യിദുനാ മുആദ് ഇബ്നു ജബൽ റളിയല്ലാഹു അൻഹു എന്ന ചെറുപ്പക്കാരനാണ്. 40-ന്റെയും 30-ന്റെയും ഇടയിലുള്ള വയസ്സിൽ വഫാത്തായ സ്വഹാബിയാണ് മുആദ് ഇബ്നു ജബൽ. ആ മുആദ് ഇബ്നു ജബൽ റളിയല്ലാഹു അൻഹുവിലൂടെയാണ് യമനിൽ ഇസ്ലാം വ്യാപിക്കുന്നത്. അങ്ങനെ തുടങ്ങി ഓരോ രാജ്യത്തേക്ക് നോക്കിയാൽ മഹാന്മാരായ സ്വഹാബികളുടെ മാതൃകായോഗ്യമായ ജീവിതം അതായിരുന്നു ഈ സമൂഹത്തിൽ മുഴുവനും ഇസ്ലാമിനെ പ്രചരിപ്പിച്ചത്, സമൂഹത്തിലേക്ക് വെളിച്ചം പകർന്നത്. അപ്പൊ ഞാനും നിങ്ങളും ഏത് മേഖലയിൽ പ്രവർത്തിച്ചാലും സാധാരണക്കാരായ ആളുകൾ സാധാരണക്കാരെ പോലെ ഒരു ഇസ്ലാം പറഞ്ഞനുസരിച്ച് ജീവിച്ച അയാൾ ഏറ്റവും വലിയ പ്രബോധകനാണ്. കാരണം എന്താ? പരശുറാം എക്സ്പ്രസിൽ സഞ്ചരിക്കുമ്പോൾ ഒരു TTR-മായി പരിചയപ്പെടാൻ അദ്ദേഹം അതിൽ പ്രവർത്തിക്കുന്ന SSF-കാരനായ TTR-നെ കുറിച്ച് പറയാണ്, ഇയാൾക്ക് പണിയൊന്നും പറ്റത്തില്ല ഉസ്താദെ. ഹൈന്ദവ സഹോദരനായ കണ്ണൂർ ജില്ലക്കാരനായ TTR പറയാ, ഈ മഞ്ചേരിക്കാരനായ SSF-കാരനായ ഈ TTR-നെ ഈ പണിക്കൊന്നും പറ്റത്തില്ല. ഞാൻ ചോദിച്ചു, എന്താണ് അങ്ങനെ? ഇത് ആരോ ഇത് കൈമണിയൊന്നും മേടിക്കുന്നില്ല, കൃത്യമായി നിശ്ചയിച്ചു. റമദാൻ മാസമായ ട്രെയിനിനകത്ത് വേണ്ടി ബാധിക്കും. അത് കേൾക്കുമ്പോൾ നമ്മുടെ മനസ്സിനുള്ള കുളിർമ അത് മറ്റൊരു മതക്കാരൻ വിലയിരുത്തുകയാണ്. സമ്മതനായ ഒരു ഇന്നലെ ഞാൻ പരശുരാമിൽ യാത്ര ചെയ്യുമ്പോൾ ഈ 2 പേരുണ്ട്. ചുരുക്കി പറഞ്ഞാൽ ഇപ്പോഴും ആക്റ്റീവായി ഡ്യൂട്ടിയിൽ നിൽക്കുന്ന ആളാണ്. അദ്ദേഹം ഡ്യൂട്ടി ചിട്ടപ്പെടുത്തുമ്പോൾ പരമാവധി വെള്ളിയാഴ്ച ട്രെയിനിൽ കുടുങ്ങാതിരിക്കാൻ ശ്രമിക്കും. റമദാൻ മാസത്തിലാണെങ്കിൽ ഇബാദത്തുകൾ ട്രെയിനിൽ വെച്ച് നഷ്ടപ്പെടാതിരിക്കാൻ ശ്രദ്ധിക്കും. ആരുടെയും കയ്യിൽ നിന്ന് കൈമണിയൊന്നും മേടിച്ചുകൊണ്ട് അയാളുടെ ജീവിതത്തെ വികസിപ്പിക്കില്ല. അതുകൊണ്ടാണ് ഇയാൾ പറഞ്ഞത് ഇയാളെ പറ്റില്ല. അപ്പോൾ ഇതേപോലെ ഓരോ മേഖലയിൽ നിൽക്കുന്ന ആളുകൾക്ക് ഇസ്ലാമിനെ കുറിച്ച് നല്ല മെസ്സേജ് കൊടുക്കാൻ പറ്റും. അപ്പൊ ഈ TTR-ലൂടെ മറ്റേ TTR ഇസ്ലാമിനെ മനസ്സിലാക്കുന്നത് എത്ര മനോഹരമായിട്ടാണ്. അതേസമയം സർവത്ര തട്ടിപ്പും വെട്ടിപ്പും നടത്തുന്ന ഒരാളാണെങ്കിൽ അയാളിലൂടെ ഇസ്ലാമിനെ വായിക്കുന്ന മറ്റൊരു മുഖത്തിലൂടെ ആയിരിക്കും. ഇതേപോലെ ഞാനും നിങ്ങളും ഏത് മേഖലയിൽ പ്രവർത്തിക്കുന്നവരാണെങ്കിലും
അവിടെ ഇസ്ലാം എന്ന് പറഞ്ഞു എന്നനുസരിച്ച് ജീവിച്ചാൽ നാം ഏറ്റവും വലിയ പ്രബോധകനായിരിക്കും, നാം ഏറ്റവും വലിയ ദാഇയായിരിക്കും, ഏറ്റവും വലിയ വെളിച്ചം വീശാൻ പറ്റുന്ന ആളായിരിക്കും. അതിനെല്ലാവരും മുസ്ലിയാരാവണമെന്നില്ല. നമ്മൾ നിലകൊള്ളുന്ന മേഖലയിൽ നമ്മുടെ വീട്ടിൽ ഹിദായത്തിന്റെ വെളിച്ചം കൊടുക്കാൻ ഏറ്റവും വലിയ ഉത്തരവാദിത്വം പിതാവിനാണ്. അവിടെ നിശബ്ദമായി കുറെ ദൈവത്തിൽ നടക്കും. അവിടെ ഭാര്യയും മക്കളെ നിസ്കരിപ്പിക്കാൻ അടിയും തടിയും പിടിയൊന്നും വേണ്ട. ഞാൻ വീട്ടിൽ കൃത്യമായി സുബഹിക്ക് എഴുന്നേറ്റ് നിസ്കരിക്കുന്ന ആളാണെങ്കിൽ എന്റെ ഭാര്യയും മക്കളും അത് കണ്ടുകൊണ്ട് എഴുന്നേൽക്കും. അതാണ് ഏറ്റവും വലിയ ഇസ്ലാമിക പ്രചരണം. അങ്ങനെ നമ്മുടെ വീട്ടിലെ ഇസ്ലാമിക് സ്റ്റൈൽ നാം പ്രയോഗവൽക്കരിച്ചാൽ, പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമുക്ക് മാന്യമായി ജീവിച്ച് ഭൗതിക ലോകത്ത് ഇസ്സത്തോടെ ജീവിക്കാനും പാരത്രിക ലോകത്ത് പറുദീസയിലേക്ക് പോകാനും കഴിയും. അതുകൊണ്ട് എന്റെയും നിങ്ങളുടെയും ഉത്തരവാദിത്വങ്ങൾ പഠിക്കുന്നിടത്തും പഠിക്കുന്നത് പ്രചരിപ്പിക്കുന്നിടത്തും നയപരമായ നീക്കങ്ങൾ കൊണ്ട് ഈ സമൂഹത്തിലെ ഒരുപാട് ആളുകളെ തിരുത്താനും നന്നാക്കാനും നമുക്ക് കഴിയും. ഒരു റൂമിൽ മറ്റു മതക്കാരോടൊപ്പം ജീവിക്കുന്ന ഒരു മുസ്ലിം കൃത്യമായി നിസ്കരിച്ച് കള്ളുകുടിക്കാതെ ചിട്ടയോടെ ജീവിച്ചാൽ അവനവിടെ ഒരു പ്രബോധകനും ഒരു പ്രചാരകനുമായി മാറാൻ കഴിയും. അങ്ങനെയാണ് ഇസ്ലാം ലോകത്ത് വളരുന്നത്. നിങ്ങൾ നോക്കൂ, ബ്ലെയറുടെ അടുത്ത സഹോദരി ഇപ്പൊ ഇസ്ലാമിലേക്ക് വന്നു. നിങ്ങളൊക്കെ പത്രത്തിൽ വായിച്ചിട്ടുണ്ടാകും. ഫ്രീ പ്രസ് ജേണലിന്റെ 1-ാമത്തെ പേജിലെ ന്യൂസ് വായിക്കാനിടയായി. അപ്പൊ അവർ പറയുന്നത്, ഞാൻ ഇസ്ലാമിലേക്ക് വന്നതിന് ശേഷം ഇപ്പോൾ ഞാൻ കൃത്യമായി നിസ്കരിക്കുന്നുണ്ട്, ഞാൻ ഖുർആൻ പാരായണം ചെയ്യുന്നുണ്ട്, ഞാനിപ്പോ 60-ാമത്തെ പേജാണ് ഓതിക്കൊണ്ടിരിക്കുന്നത്. അന്ന് അവർ പറയാൻ. എന്നിട്ട് അവർ പറയുന്നു, ഞാൻ ഇസ്ലാമിലേക്ക് വന്നതിന് ശേഷം പിന്നെ ഞാൻ കണ്ണുപിടിച്ചിട്ടില്ല. ഇപ്പോ 43 ദിവസമായി ഞാൻ കണ്ണുപിടിച്ചത്. എന്റെ 25 വർഷത്തെ ജീവിതത്തിനിടയിൽ ഇത്രയും ഒരു ഗ്യാപ്പ് ആദ്യമാണ് എന്ന് മാത്രമല്ല, അവർ പിന്നീട് പറയുന്നുണ്ടോ, എനിക്ക് ഇസ്ലാമിനെ ഉൾക്കൊണ്ടതിനു ശേഷം പിന്നെ കള്ളിനോട് താല്പര്യം തന്നില്ല. മറ്റേ ദിവസേന മുടങ്ങാൻ പറ്റുന്നതായിരുന്നു. രാവിലെ 3 വൈകുന്നേരം 3 ഗുളിക പറയും പോലെ പെക്കടിച്ചിരുന്നതാണ്. പക്ഷേ ഇപ്പൊ ഇസ്ലാമിലേക്ക് വന്നതിന് ശേഷം എനിക്ക് അതിനോട് താല്പര്യം തന്നെ നഷ്ടപ്പെട്ടു പോയി എന്ന് പറഞ്ഞുകൊണ്ട് ബ്ലെയറുടെ സഹോദരി പൊതുസമൂഹത്തോട് സംവദിക്കുന്നു. ഇതുപോലെ എത്ര ആളുകൾ. അപ്പൊ അവർക്ക് അതിന് പ്രചോദനമായ എവിടെയാണ്? ഒരു പത്രപ്രവർത്തകയായി ഇറാനിലും ഇറാഖിലും ഒക്കെ പോയി അവിടെ അമേരിക്കൻ ഓപ്പറേഷനുകളെ കുറിച്ചും അവിടുത്തെ മിലിറ്ററി സംവിധാനത്തെ കുറിച്ചും ഒരു ജേർണലിസ്റ്റായി പോയ പെണ്ണാണ് ഇസ്ലാമിക സമൂഹത്തെ വായിച്ചു കണ്ടത്. എന്നിട്ട് ഇസ്ലാമിനെ മനസ്സിലാക്കുന്നത്. നിങ്ങൾ നോക്കൂ, തിരുവനന്തപുരത്ത് ഒരു പെണ്ണിന്റെ മയ്യത്ത് നിസ്കാരത്തിന് അവർക്ക് ഈമാനിലേക്ക് അല്ലാഹു തുറന്നു കൊടുക്കും. അല്ലാഹു അവർക്ക് അവരുടെ സന്തോഷമായിട്ട്. പക്ഷെ അന്ന് ഇവിടെ കേരളത്തിലേക്ക് വന്ന ചില തെറ്റായ മെസ്സേജുകളുണ്ട്. ഇവിടെ എതിർക്കാനോ തിരുത്താനോ ആരുണ്ടായില്ല. എന്തുകൊണ്ട്? ഒരു പെണ്ണിന്റെ മയ്യത്ത് നിസ്കാരത്തിന് വേണ്ടി കുറെ പെണ്ണുങ്ങൾ ഒരു പെണ്ണിന്റെ ഇമാമത്തിൽ നിസ്കരിച്ചു തിരുവനന്തപുരത്ത് പാളയം. പത്രങ്ങളെല്ലാം റിപ്പോർട്ട് ചെയ്തപ്പോഴോ നമ്മളൊക്കെ സാധാരണ ഒരു മഹാമഹതിയാണ്, ഇവിടെ നിസ്കാരം കണ്ടില്ലേ, വില ഗംഭീരാണെന്നൊക്കെ നമ്മൾ വായിച്ചു. അന്ന് നിങ്ങൾ പരിശോധിച്ച് നോക്കൂ. ഞാൻ ഇത് കേട്ടത് കണ്ടപ്പാട് ഞാൻ ആലോചിച്ചു, ഇതിന് സമാനമായി മുമ്പ് എവിടെയെങ്കിലും നടന്നിട്ടുണ്ടോ? ഒരു പെണ്ണിന്റെ പരസ്യമായ ഒരു ജനാസ നിസ്കാരം, ഒരു പെണ്ണിന്റെ ഇമാമത്തിൽ പബ്ലിക്കായ ജനാസ നിസ്കാരം ഈ കഴിഞ്ഞ 1600 കൊല്ലം എവിടെയെങ്കിലും ഇമാമിങ്ങൾ നടത്തിയിട്ടുണ്ടോ? കാരണം എന്താ? ഇവരെക്കാൾ മഹതികളായ ആളുകൾ ജീവിച്ചു പോയിട്ടുണ്ട്. ഇവരെക്കാൾ മഹതികളായ അനുയായികൾ ജീവിച്ചിരുന്നവരുണ്ട്, മരിച്ചവരുണ്ട്. എവിടെയെങ്കിലും ഉണ്ടോ? 1400 കൊല്ലത്തെ ഇസ്ലാമിക പാരമ്പര്യത്തെയാണ് പാളയത്ത് പൊളിച്ചടിക്കിയതെന്ന് നമുക്ക് ഇപ്പോഴും ഗർഭിച്ചറിഞ്ഞിട്ടില്ല. അങ്ങനെ സമാനമായ ഒരു സംഭവമില്ല. ഇനി നാളെ മുതൽ വരും കാക്കാമാരെല്ലാം ഇപ്പൊ പഞ്ചായത്ത് പിടിച്ചു കഴിഞ്ഞപ്പോ 50% പെണ്ണെന്ന് കൂടുന്നു. ഇനി മയ്യത്ത് കെട്ടിന്റെ 2 കാലം ഞങ്ങൾക്ക് തരണമെന്ന് പറഞ്ഞ് നാളെ പെണ്ണുങ്ങൾ പള്ളിക്കാടുന്നത്. അതുപോലെ തന്നെയോ കബറൊഴിക്കാൻ ആണുങ്ങളെ കിട്ടിയില്ലെങ്കിൽ ഇനി സ്വയം തൊഴിൽ കണ്ടെത്തുന്ന കുറച്ച് 4 പെണ്ണുങ്ങൾ അവരൊന്നും വിളിച്ചാലും അവർ ഒഴിയുള്ളൂ. അങ്ങനെ അവർ കടന്നു വരുന്ന കാലം വിദൂരത്താവില്ല. അപ്പോൾ നമ്മുടെ സമൂഹത്തിന്റെ ഇടയിലേക്ക് അരുതായ്മകൾ കടന്നു വരുമ്പോ, നമ്മുടെ സമൂഹത്തിന്റെ ഇടയിലേക്ക് പ്രശ്നങ്ങളും പ്രതിസന്ധികളും മതകീയമായി കടന്നു വരുമ്പോ ഈ മുസ്ലിം സൊസൈറ്റിയാണ് അതിനെ എതിർത്ത് ശരിയെ നടപ്പിലാക്കേണ്ടത്. പക്ഷേ ഈ മുസ്ലിം സമൂഹമാണ് ഏറ്റവും കൂടുതൽ വീടുകൊണ്ടിരിക്കുന്നത്. ഇതൊരു പരിഷ്കാരം വരുമ്പോൾ അള്ളാഹുവിന്റെ ദീനെതിരല്ലേ, നമുക്ക് അതിനെതിരെ നിൽക്കണമെന്ന് തീരുമാനിക്കാൻ ചങ്കൂറ്റമുള്ള ഇസ്ലാമിക ധൈര്യമുള്ള മഹല്ല് കമ്മിറ്റികൾ മരിച്ചുപോയി. അതിന്റെ പേരിലാണ് ഇവിടെ
അതേസമയത്ത് വിദ്യാലയം പുറത്താക്കാൻ വല്ല വിഷയം വന്നു കഴിഞ്ഞാൽ അന്ന് കമ്മിറ്റി ഫുൾ കോളത്തിൽ കൂടാനാളുണ്ടാകും. അതേസമയത്ത് മതം പൊളിക്കുന്ന ഒരു വിഷയം നടപ്പിലായാൽ അതിനെ നടപ്പിലാക്കാനാണ് അവരുണ്ടാവുക. അതിനെ ചെറുത്തു തോൽപ്പിച്ച് ശരിയാക്കാൻ ഉണ്ടാവില്ല. ഇതിനകത്ത് എല്ലാ മഹല്ല് കമ്മിറ്റിക്കാരും ഭരണാധികാരികളും മോശക്കാരാണെന്നല്ല, പൊതുവായ ഒരു ഭൂരിപക്ഷം തെറ്റായ മെസ്സേജുകൾ കൈമാറിക്കൊണ്ടിരിക്കുന്നു. അത് ഈ സമൂഹത്തെയാണ്. അതിനെന്താണ് വേണ്ടത്? മതത്തെ അറിയുന്നവർ മതത്തിന്റെ കൈകാര്യങ്ങൾ ചെയ്യണം. ഈ മഹല്ല് എത്രയാണെന്നുള്ള സെൻസസ് പ്രസിഡന്റ് സെക്രട്ടറി എടുത്തോട്ടെ. പക്ഷേ നിക്കാഹിന്റെ മജ്‌ലിസ് എങ്ങനെയാണെന്ന് തീരുമാനിക്കാൻ മതപണ്ഡിതന്മാർക്ക് വിട്ടുകൊടുക്കണം. അതുപോലെ മതകീയമായി നിർണയിക്കപ്പെടേണ്ട കാര്യങ്ങളിൽ ആ വിഷയത്തിൽ വിവരമുള്ളവരെ ഏൽപ്പിക്കണം. ഇന്ന് അതിൽ നിന്ന് മാറി തലാഖിന്റെ കുറിയും നിക്കാഹിന്റെയും ഫസ്ലിന്റെയും കാര്യങ്ങൾ മഹല്ല് കമ്മിറ്റിയിലേക്ക് വന്നാൽ പ്രസിഡന്റുമാര് മറുപടി എഴുതാൻ എന്റെ കയ്യിൽ കത്ത് സൂക്ഷിച്ചു വെച്ചിരിക്കുന്നു. അതിന്റെ പേരിൽ ഞാൻ പറയുന്നത് ശരിയല്ല. ഒരു മഹല്ലിലേക്ക് കത്തയച്ചു. എന്റെ ഭാര്യ ഞാൻ മഹല്ല് പ്രസിഡന്റ് എഴുതി, പ്രിയപ്പെട്ട സഹോദര, കല്യാണം എന്ന് പറഞ്ഞാൽ ഇങ്ങനെ കളിക്കാനുള്ളതല്ല, ഇത് മര്യാദയ്ക്ക് കൈകാര്യം ചെയ്യുകയാണ്. അതുകൊണ്ട് നിങ്ങളുടെ തലാഖ് പോയിട്ടില്ല, രണ്ടുപേരുടെ ആഹത്തായിട്ട് ജീവിച്ചോ. കത്തന്റെ കൈവശമുണ്ട്. കേരളത്തിലെ ഒരു മഹല്ല് തന്നെയാണ്. അപ്പൊ ഇതേപോലെ എന്തുകൊണ്ട് ഈ കത്ത് വന്ന വിഷയം പോലും മൊയ്യാരോട് ചർച്ച ചെയ്യാൻ അവരുടെ വൈറ്റ് കോളർ ഗവ അനുവദിച്ചില്ല? അല്ലെ മൊയ്യാരോട് ഇങ്ങനെ ഒരു കത്ത് വന്നിട്ട് ഇസ്ലാമികമായി എന്താ മറുപടി പറയാ എന്ന് ഡിസ്കസ് ചെയ്യാനുള്ള മെന്റാലിറ്റി പോലുമില്ല. അവര് പഞ്ചായത്ത് നടത്തും പോലെ അള്ളാഹുവിന്റെ മതം നടത്താൻ അവർ തീരുമാനിച്ചു. അവർക്ക് ഒരു മസലാട്ടാണ് നോക്കിയപ്പോൾ രണ്ടുപേരും മടങ്ങി പോകുന്നതിനേക്കാൾ ഇണങ്ങി പോകുന്നതാണ് എന്ന് വിചാരിച്ചത്. കത്തെഴുതി രണ്ടുപേരും മര്യാദയ്ക്ക് പ്രായത്തായിട്ട് ജീവിക്കണം. തലാഖൊന്നും പോയിട്ടില്ല. അയാളോ തലാഖിന്റെ വ്യക്തമായ തലാഖിന്റെ പദങ്ങളും പ്രമാണങ്ങളും രേഖകളും തെളിവുകളും എല്ലാം വെച്ചെഴുതി. അപ്പോഴും പറഞ്ഞു ഇങ്ങനെയൊന്നുമല്ല, നമ്മൾ പ്രായത്തായിട്ട് ജീവിക്കേണ്ടതാണ്, അവിടെ നാട്ടിൽ വന്ന് മര്യാദ ജീവിച്ചോ. അതേപോലെ വേറൊരു മഹല്ല് നടന്ന സംഭവം എന്താ? ഒരാളുടെ ഭാര്യയായിരിക്കുന്ന പെണ്ണിനെ നിക്കാഹ് അവിടുന്ന് പട്ടാക്കോ ബസ്കോ ഒന്നും കഴിയാതെ വേറൊരാൾക്ക് കെട്ടിച്ചു കൊടുക്കണം. അയാൾ ഇങ്ങോട്ട് പോയി കുറച്ചു കാലമായി. പക്ഷേ ഇസ്ലാമിക ശരീഅത്ത് പ്രകാരം തലാഖ് ഉണ്ടായിട്ടില്ല, അതുപോലെ തന്നെ ബസ്ക് ചെയ്തിട്ടില്ല. ഇപ്പോൾ നിയമപരമായി അവൾ മറ്റൊരാളുടെ ഭാര്യയാണ്. പള്ളി കമ്മിറ്റിക്കാരോട് മുന്നേറോട് പറഞ്ഞു ഇങ്ങനെ പ്രശ്നമുണ്ട്, ഭർത്താവ് വേണ്ട പോയാൽ ഒരു വിവരമില്ല, അത് രണ്ടാമത് നടക്കാതെ കെട്ടിച്ചു കൊടുക്കാൻ പറ്റില്ല, നിങ്ങളുടെ പ്രശ്നം ഞങ്ങളടുത്ത് പോകാം. അങ്ങനെ നടത്തിക്കൊടുത്തു. പുതിയ ഒരാൾക്ക് നിക്കാഹ്. ആ മുസ്ലിയാര് അടുത്ത വെള്ളിയാഴ്ച നിയമങ്ങളും കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുത്തു. പറഞ്ഞു ഇനി ഞാൻ ഇവിടെ ജോലിക്ക് തുടരാൻ ഉദ്ദേശിക്കുന്നില്ല എന്ന് പറഞ്ഞ അദ്ദേഹം ജോലി രാജിവെച്ചു. അപ്പൊ ചുരുക്കി പറഞ്ഞാൽ ഇതേപോലെ മതത്തെ അറിയാത്തവർ അള്ളാഹുവിന്റെ മതത്തെ കൈകാര്യം ചെയ്യുകയും സമൂഹത്തെ നശിപ്പിക്കുകയും ചെയ്യുമ്പോ അതിനെ തിരിച്ചറിഞ്ഞുകൊണ്ട് ശരിയെ നടപ്പിലാക്കാനും വസ്തുതകൾ പറഞ്ഞു കൊടുക്കാനും നമുക്ക് കഴിയണം. അതിന് രണ്ടു ഭാഗവും വരണം. സാധാരണക്കാരായ ആളുകൾ അള്ളാഹുവിന്റെ മതം പഠിക്കാൻ തയ്യാറാകണം. അതുപോലെ തന്നെ വിവരമുള്ള ആളുകൾ അവരുടെ സർക്കിളുകളിൽ ഇസ്ലാമിക ദഅവത്തിന് സന്നദ്ധരാകണം. അല്ലാഹു സുബ്ഹാനഹു വ തആല ഉൾക്കൊള്ളാൻ നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ. അതുകൊണ്ട് ഒരുപാട് വിഷയങ്ങൾ സമാനമായി പറയാനുണ്ട്. സമയം നമുക്കില്ലാത്തതുകൊണ്ട് ഞാൻ കടക്കുന്നില്ല. ഈ ഇങ്ങനെ പ്രായോഗികമായ ഇസ്ലാം എന്ന് പറയുന്ന ഒരു സന്ദേശം പോലും സമൂഹത്തിലേക്ക് പോകാതെ ഒരു കമ്മിറ്റി പേരിന്റെ ചെയ്ത് രണ്ടു മൂന്ന് വിഷയത്തിന് മാത്രം മതവും നോക്കി പോകുന്നത് നന്നായി. ഞാനും നിങ്ങളും നമ്മുടെ ഓരോ ലൈഫിലും അല്ലാഹു തആല എന്ന് പറഞ്ഞു, ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന് പറഞ്ഞു എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് ഉൾക്കൊണ്ടുകൊണ്ട് ജീവിക്കാൻ നമ്മൾ തയ്യാറായാൽ. സ്വഹാബികളുടെ ചോദ്യം നോക്കൂ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സ്വഹാബിമാർ ഒരാൾ വന്നിട്ട് മറ്റൊരാളോട് ചോദിക്കുക, ഈ വിഷയത്തിൽ എന്തെങ്കിലും പറഞ്ഞത് റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞിട്ടുണ്ടറിയോ? അപ്പോൾ ആ സ്വഹാബി പറയും, അൽഹംദുലില്ലാഹ് എനിക്കറിയാം, ഇന്നതാണ്. അങ്ങനെയാണ് ജീവിച്ചത്. ആ കൂട്ടത്തിൽ കാണാം, അതും മിശ്കാത്തിൽ കാണാം, കിതാബുൽ ഈമാനിൽ കാണാം. ബഹുമാനപ്പെട്ട ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹുവിന്റെ അടുക്കലൂടെ ഉമർ ഇബ്നു ഖത്താബ് തങ്ങൾ നടന്നു. സലാം പറഞ്ഞിട്ട് കേട്ടില്ല. ഉസ്മാൻ റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഞാൻ സലാം പറഞ്ഞിട്ട് മടക്കിയില്ലല്ലോ. അപ്പോൾ നല്ല നേതാവായ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, അത് ഏതെങ്കിലും ചിന്തയിലായിരിക്കും, അതുകൊണ്ട് കേട്ടു കാണില്ല. അതാണ് സംഘടനാ പ്രവർത്തകർ ഉൾക്കൊള്ളേണ്ടത്. നേതാവ് അങ്ങനെയാണ് പറയേണ്ടത്. അല്ലെങ്കിൽ അയാൾക്ക് കുറച്ചു കാലം റസൂലുള്ളാഹിയുടെ വരുമാനം വെച്ചിട്ട് ഇങ്ങനെ ചെറിയ ഗമയാണ് എന്നല്ല. സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പറയുന്നത് ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ അത് കേട്ടിട്ടുണ്ടാവില്ല, വേറെ ഏതെങ്കിലും ചിന്തയിലായിരിക്കാം. അങ്ങനെ എന്നിട്ട് സിദ്ദീഖ് റളിയല്ലാഹു വിട്ടില്ല, വിളിച്ചുകൊണ്ടുവന്നു ഉമർ ഇബ്നു ഖത്താബ് തങ്ങളുടെ അടുക്കലേക്ക്. അപ്പോൾ ഉമർ ഇബ്നു ഖത്താബ് തങ്ങളോട് പറയാണ്, തങ്ങളുടെ മുമ്പിൽ വെച്ച്
സലാം പറഞ്ഞിട്ട് എന്തേ നിങ്ങൾ മടക്കാഞ്ഞത്? എന്നോട് സലാം പറഞ്ഞില്ലല്ലോ, ഞാൻ കേട്ടില്ലല്ലോ എന്ന് പറഞ്ഞു. അപ്പോൾ ബഹുമാനപ്പെട്ട ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു തആല അൻഹു അവിടുന്ന് ചെയ്തെന്താ അറിയോ? ഞാൻ അറിഞ്ഞില്ലെന്ന് പറഞ്ഞപ്പോൾ ഉമർ പറഞ്ഞു, ഞാൻ എന്തായാലും സലാം പറഞ്ഞിട്ടോ, ശരിയാണ്. അപ്പോൾ പറയാ, എന്നാൽ ഞാൻ വേറൊരു ചിന്തയിലായിരുന്നു, അത് കേട്ടിട്ടുണ്ടാവില്ല. അപ്പൊ രണ്ടാമത്തെ അതോടെ പഠിക്കണം. ഉമർ പറഞ്ഞപ്പോൾ എന്നാൽ സംശയം നിങ്ങൾ പറഞ്ഞിട്ടുണ്ടാവും. പറയാ, ഞാൻ വേറെ വിചാരത്തിലായിരുന്നു. എന്താണ്? ഞാൻ ഈ കാര്യം ചോദിക്കാൻ വിട്ടുപോയി. ഞാൻ അത് ആലോചിക്കുകയായിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് കാര്യം ചോദിക്കാൻ വിട്ടുപോയി. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വഫാത്തായി പോയി. ഞാൻ അത് ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്താണ്? കാര്യങ്ങളുടെ മുഴുവനും ആകത്തുക, അതിന്റെ കൺട്രോൾ പോയിന്റ് ഏതാണ്? അതിന് ഒരുപാട് വ്യാപകാർത്ഥമുള്ള പ്രയോഗമാണ്. അതായത് ഏറ്റവും വലിയ വിജയത്തിന്റെ വാചകം ഏതാണ് എന്ന് ചോദിക്കാൻ ഞാൻ വിട്ടുപോയി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വഫാത്തായി പോയി. അപ്പൊ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു അൽഹംദുലില്ലാഹ് സഅൽതു നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലം, മോനെ ഉസ്മാൻ ഇബ്നു അഫ്ഫാനെ വിഷമിക്കേണ്ടതില്ല, നിങ്ങൾ ചോദിക്കാൻ വിട്ടുപോയി, നബി തങ്ങൾ വഫാത്തായി പോയി എന്ന് പറഞ്ഞ വിഷയം ഞാൻ ചോദിച്ചിട്ടുണ്ട്. ഞാൻ ഒരിക്കൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചു, കാര്യങ്ങളുടെ മുഴുവനും കിടപ്പും നിയന്ത്രണം എവിടെയാണ്? അപ്പൊ എന്നോട് പറഞ്ഞു, ലാ ഇലാഹ ഇല്ലല്ലാഹ്. അപ്പൊ രണ്ടാമത് അങ്ങോട്ടും ഇങ്ങോട്ടും സലാം പറഞ്ഞ് സന്തോഷത്തിൽ പിരിഞ്ഞു. ഞാനിത് പറഞ്ഞു വന്നത്, ഇതുപോലെ മഹാന്മാരായ സ്വഹാബികളുടെ ജീവിതത്തിൽ ഓരോ കാര്യങ്ങളും ചർച്ച ചെയ്യും. നബി തങ്ങൾ പറഞ്ഞു തന്നിട്ടുണ്ടോ? സല്ലല്ലാഹു അലൈഹി വസല്ലം ജീവിതത്തിൽ കണ്ടിട്ടുണ്ടോ? ഈ വിഷയത്തിൽ വല്ലതും അറിവുണ്ടോ? അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു ചോദിക്കുന്നുണ്ട്, ഈ വിഷയത്തിൽ നിങ്ങളുടെ വല്ല വിവരവും ഉണ്ടോ? അങ്ങനെയാണ് സ്വഹാബികൾ ചോദിച്ചു പഠിക്കുക. ഇതുപോലെ ഒരു മുസ്ലിമായ മനുഷ്യൻ അയാളുടെ ജീവിതത്തിൽ അന്വേഷിക്കേണ്ടത്, ഞാൻ ഉദാഹരണമായി ദാടി നരച്ചുപോയി, ഇങ്ങനെയൊക്കെ നടന്ന വയസ്സനായി പോയി എന്നെല്ലാവരും പറയുമല്ലോ, ഇതൊന്ന് കറുപ്പിക്കാൻ വല്ല ഒപ്പുണ്ടോ? അയാൾ ഒന്നുകൊടുക്കേണ്ടതാണ്, നിസ്കരിക്കേണ്ട ആളാണ്. അയാൾ ഈ വിഷയം ചോദിക്കേണ്ടത് ലാബിലല്ല, അയാൾ വന്ന് മുസ്ലിയാരോട് ചോദിക്കണം. കാരണം അയാൾക്കാണ് ഒന്നുവിന്റെയും മറ്റു മസലകളും കാര്യങ്ങളൊക്കെ അറിയാം. അതുകൊണ്ട് ചോദിക്കണം, ഇതിൽ വല്ല വില ഉണ്ടോ ചോദിക്കും. അപ്പൊ അദ്ദേഹം പറഞ്ഞു കൊടുക്കും, ഇന്നതാണ് മറ്റോ ഇല്ലെന്നൊക്കെ പറഞ്ഞു. ഇതേപോലെ വിവരമുള്ള ആളുകളോട് ചോദിച്ചുകൊണ്ട് കാര്യങ്ങൾ പഠിക്കുകയും ജീവിതത്തിൽ പകർത്തുകയും വേണം. ഇങ്ങനെ മനോഹരമായി ഇസ്ലാമികമായ മസാലകൾ പറഞ്ഞു കൊടുക്കാനും സമൂഹത്തിന് ഇസ്ലാമിക് ആപ്ലിക്കേഷൻ നടത്താനുമുള്ള റിസോഴ്സസുകളാണ് നമ്മുടെ മതസ്ഥാപനങ്ങളിലൂടെ സാധ്യമാകുന്നത്. കേരളത്തിലുള്ള ആയിരക്കണക്കിന് മതസ്ഥാപനങ്ങളുടെയും ഇന്ത്യയിലുള്ള നിരവധി ഇസ്ലാമിക ചരണങ്ങളുടെയും കേന്ദ്രമാണ്. നിങ്ങൾ മനസ്സിലാക്കണം, ഇവിടെ ഒരു ഭരണകൂടത്തിന് ചെയ്യാൻ പറ്റാത്ത കാര്യമാണ് ഇവിടെ മതപണ്ഡിതന്മാരുടെ നേതൃത്വത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. രാഷ്ട്രീയക്കാർ നമ്മുടെ വോട്ട് വാങ്ങി അവർ നേതാക്കളായി വളരുകയാണ്. നമുക്ക് കിട്ടുന്ന നേരിട്ടുള്ള റിസൾട്ടുകൾ വളരെ കുറവാണ്. നമ്മുടെ ആര്യങ്ങൾ അവർക്ക് ലഭിച്ച ബുദ്ധിയും അവർക്ക് ലഭിച്ച അവസരങ്ങളും ഈ സമൂഹത്തിന്റെ സേവനത്തിന് വേണ്ടി ഉപയോഗപ്പെടുത്തുകയാണ്. അവർ ചെയ്യുന്നത് ബഹുമാനപ്പെട്ട ഖമറുൽ ഉലമാ എ.പി. ഉസ്താദ് അവர்கள், മഹാനവറുകൾ ഈ സമൂഹത്തിലെ അനാഥകളെയും പാവപ്പെട്ടവരെയും സംരക്ഷിക്കുന്നതിനും ഈ സമൂഹത്തെ വിദ്യാഭ്യാസപരമായി ഉയർത്തുന്നതിനുമാണ് അവിടുത്തെ ചിന്തയും വിവേകവും വിചാരവും വിവരവും എല്ലാം വിനിയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. പലപ്പോഴും ഞാൻ ആലോചിച്ചിട്ടുണ്ട്, ബഹുമാനപ്പെട്ട ഉസ്താദ് അവരുടെ ഈ സംഘാടന ശക്തിയും ബുദ്ധിവൈഭവവും ലീഡർഷിപ്പുമല്ല ഒരു രാഷ്ട്രീയ മേഖലയിൽ വിനിയോഗിച്ചിരുന്നെങ്കിൽ ഒരുപക്ഷെ പ്രൈം മിനിസ്റ്ററായി പോകേണ്ട കാര്യങ്ങളാണ്. അത്രയും വലിയ സംഘാടന ശേഷിയും വിവേകവും വിചാരമൊക്കെ ഉണ്ട്. അതിനെയാണ് അള്ളാഹുവിന്റെ ദീനിനു വേണ്ടി സംഭാവന ചെയ്തത്. എന്റെ ബുദ്ധി അള്ളാഹുവിന്റെ ദീനിനു വേണ്ടി, എന്റെ പ്രസംഗ വൈഭവം അള്ളാഹുവിന്റെ ദീനിനു വേണ്ടി, എന്റെ വിജ്ഞാനം അള്ളാഹുവിന്റെ ദീനിനു വേണ്ടി. അതേ സമയത്ത് ആ സംഘാടക ശക്തി മറ്റൊരു മേഖലയിൽ പ്രയോഗിച്ചിരുന്നെങ്കിൽ ആ മേഖലയിൽ വളരാൻ പറ്റുമായിരുന്നു. കാരണം എന്താണ്? നിങ്ങൾ ആലോചിച്ചു നോക്കണം, നാം നമ്മുടെ മതനേതാക്കന്മാർ ചെയ്തു കൂട്ടുന്ന സേവനങ്ങളുടെ മൂല്യം തിരിച്ചറിയാതെ പോകരുത്. കയ്യിൽ പിടിച്ചു കൊണ്ടുപോകാൻ ഒരു രാഷ്ട്രീയ പ്രസ്ഥാനം ഉണ്ടായിരുന്നില്ല. എല്ലായിടത്തേക്കും പറന്നു പോകാനുള്ള ഒരു സാമ്പത്തിക പിന്തുണയുണ്ടായിരുന്നില്ല.
ബഹുമാനപ്പെട്ട ഉസ്താദ് അവരുടെ കയ്യിൽ ആകെ ഉണ്ടായിരുന്നത് വേദന അനുഭവിക്കുന്ന സമൂഹത്തിന്റെ അല്പമൊരു സമാധാനം കൊടുക്കണമെന്ന ഇഖ്ലാസോടെയുള്ള വിചാരം മാത്രമാണ്. പള്ളിയിൽ ദർസ് നടത്തുന്ന മുദരിസായ AP അബൂബക്കർ മുസ്ലിയാർ എന്ന മഹാനായ പണ്ഡിതന്റെ മനസ്സിൽ ഈ സമൂഹത്തെ നല്ലതിന്റെ വഴിയിലേക്ക് കൊണ്ടുവരണമെന്ന വിചാരവും വിവേകവും ഉണ്ടായി. അതോടെ കാലെടുത്ത് വെച്ചു. മുത്തഅല്ലിമീങ്ങളിൽ നിന്ന് മഹല്ലിലേക്ക്, മഹല്ലിൽ നിന്ന് പരിസരങ്ങളിലേക്ക്, ആ പരിസരങ്ങളിൽ നിന്ന് സംസ്ഥാനത്തിലേക്ക്, അവിടെ നിന്ന് ഭാരതത്തിന്റെ നാനാകോണുകളിലേക്ക്, അതിലൂടെ ലോകത്തിന്റെ വിവിധ രാഷ്ട്രങ്ങളിലേക്ക് കൈപിടിച്ചു കൊണ്ടുപോകാൻ രാഷ്ട്രത്തിന്റെ ഫോറിൻ മിനിസ്റ്റർ അല്ല കാന്തപുരം ഉസ്താദിനെ കൊണ്ടുപോയി ദുബൈയിലും അബുദാബിയിലും പരിചയപ്പെടുത്തി. അതുപോലെ മറ്റേതെങ്കിലും സാമ്പത്തിക പിന്തുണകളായിരുന്നില്ല. ഇഖ്ലാസോടുകൂടി ഇറങ്ങി തിരിച്ച് ഇന്നും താഴെക്കിട മുതൽ മേലെ വരെയുള്ള സമൂഹത്തിന് മുഴുവനും ശാന്തിയും തണലും ഇങ്ങോട്ട് നൽകാൻ ഒരു MP ആയി സേവനം ചെയ്യുന്ന ആ സമൂഹത്തിന് ഡയറക്റ്റായി എന്ത് ചെയ്യും? ഒരുപാട് മുസ്ലിം രാഷ്ട്രീയ നേതാക്കന്മാരുണ്ട്. നമ്മുടെ സാമൂഹികമായി അവരിലൂടെ എന്തൊക്കെ ഉണ്ടായിട്ടുണ്ട് അതൊന്നും വിലയിരുത്താനുള്ള സമയമില്ല. മറ്റു പ്രഭാഷണങ്ങളിൽ ഉൾക്കൊള്ളിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഇതെല്ലാം കഷ്ടതകളും കഷ്ടപ്പാടുകളും അനുഭവിച്ച് ഈ സമൂഹത്തെ വളർത്തിക്കൊണ്ടുപോകാൻ നടന്ന ഒരു പ്രയത്നം അൽഹംദുലില്ലാഹ് 11,000 വരുന്ന വിദ്യാർത്ഥികൾ ഉൾക്കൊള്ളുന്ന മർക്കസുൽ സഖാഫത്ത് സുന്നിയ ഡൽഹിയിൽ മർക്കസിന് കീഴിൽ പള്ളിയുണ്ട്, ബാംഗ്ലൂരിലുണ്ട്, മൈസൂരിലുണ്ട്. അതുപോലെ ഇന്ത്യയുടെ വിവിധ സംസ്ഥാനങ്ങളിൽ ഇസ്ലാമിക ജീവകാരുണ്യ വിദ്യാഭ്യാസ പ്രവർത്തനങ്ങൾക്ക് സാരഥ്യം കൊടുത്തുകൊണ്ട് ബഹുമാനപ്പെട്ട ഉസ്താദ് അവർ സേവനം ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഇതിന്റെ 10 സേവനം പൊതുരംഗത്ത് ചെയ്താൽ ചിലപ്പോൾ അവാർഡുകൾ ഗവൺമെന്റിൽ നിന്ന് കടന്നു വരുമായിരുന്നു. അള്ളാഹുവിൽ നിന്നുള്ള റിവാർഡ് മാത്രം പ്രതീക്ഷിച്ചുകൊണ്ടാണ് ബഹുമാനപ്പെട്ട ഉസ്താദ് അവർ ഈ ആത്മീയ വിദ്യാഭ്യാസ സാമൂഹ്യ ക്ഷേമ പ്രവർത്തനങ്ങളിൽ നിലകൊള്ളുന്നത്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, സമൂഹത്തിന് ആവശ്യമായ വിജ്ഞാനം എന്ന ജീവനും അവർക്ക് ആവശ്യമായ ഒരുമയെന്ന സംഘാടക ശക്തിയും അവർക്ക് അനിവാര്യമായ ഒരു നേതൃത്വത്തിന്റെ കീഴിൽ അണിനിരക്കുക എന്ന നായകത്വവും ഒരുപോലെ വഹിച്ചുകൊണ്ടാണ് ബഹുമാനപ്പെട്ട ഖമറുൽ ഉലമാ ഉസ്താദ് അവർ ഈ സമൂഹത്തെ നയിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് വൈജ്ഞാനിക കേരളത്തിന്റെ അഭിമാനത്തോടെ എടുത്തു പറയാനും വൈജ്ഞാനിക ഭാരതത്തിന്റെ വിലാസമായി ഉപയോഗപ്പെടുത്തുവാനും ലോക വൈജ്ഞാനിക തലത്തിലേക്ക് അസ്ഹറിന് തത്തുല്യമായി നിലകൊള്ളുകയും ചെയ്യുന്ന മഹത്തായ സ്ഥാപനത്തിന്റെ സമ്മേളനത്തിലേക്ക് ഔദ്യോഗികമായി നിങ്ങളെ ക്ഷണിക്കാനും അത് ഉയർത്തുന്ന വൈജ്ഞാനിക സന്ദേശങ്ങൾ നിങ്ങൾക്ക് കൈമാറാനുമാണ് ഈ ജില്ലയിലെ സംഘടനാ സാരഥികളുടെയും ഉസ്താദുമാരുടെയും നേതൃത്വത്തിന്റെയും കീഴിൽ ഇങ്ങനെ ഒരു സംഗമം വിളിച്ചു ചേർത്തത്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ പ്രവർത്തനങ്ങളെല്ലാം അവന്റെ അടുക്കൽ സ്വീകരിക്കപ്പെടുന്ന വിധം വിജയിപ്പിച്ചു തരുമാറാകട്ടെ. നിങ്ങളെല്ലാവരെയും ഔദ്യോഗികമായി ഒരിക്കൽ കൂടി സമ്മേളനത്തിലേക്കും അതിന് മുന്നോടിയായി നടക്കേണ്ട പ്രചരണ പ്രവർത്തനങ്ങളിലേക്കും ഒക്കെ സ്വാഗതം ചെയ്തുകൊണ്ട് ഇനി ഉത്തരവാദിത്തപ്പെട്ടവർ വേണ്ട നിർദ്ദേശങ്ങളും കാര്യങ്ങളും ഒക്കെ നിങ്ങളോട് പറയും. അതുകൊണ്ട് എന്റെ വാക്കുകൾ ഞാൻ പരിസമാപ്തി കുറിക്കുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ അറഫയുടെ പുണ്യമായ രാത്രിയിൽ നമ്മളെ എല്ലാവരെയും സ്വീകരിക്കുമാറാകട്ടെ. അറഫയിൽ ഒരാൾ ഒരുമിച്ച് കൂടിയിട്ട് അല്ലാഹു എനിക്ക് പുറത്തു തരില്ല എന്ന് വിചാരിച്ചാൽ അയാളാണ് ഏറ്റവും വലിയ കുറ്റവാളി. അള്ളാഹുവിനെ പ്രതീക്ഷ വെക്കണം. അപ്പോഴാണ് അള്ളാഹുവിനോട് യോജിച്ച ആളായി മാറുക, അനുസരിച്ച ആളായി മാറുക. ഇബ്ലീസ് തലയിൽ മണ്ണ് വാരിയിട്ടുകൊണ്ട് നിലവിളിക്കുന്ന ദിവസമാണ് യൗമുൽ അറഫ. കാരണം കണ്ടില്ലേ, ആളുകളുടെ നാടും വീടും എല്ലാം വിട്ട് ഇവിടെ വന്നിരിക്കുന്നു പഠിച്ചവന് വേണ്ടിയാണ്. ആളുകളുടെ വസ്ത്രം കണ്ടില്ലേ, സാധാരണ വസ്ത്രം ധരിച്ചിരിക്കുന്നു പഠിച്ചവന് വേണ്ടിയാണ്. തണുപ്പും ചൂടുമൊക്കെ വകവെക്കാതെ ഈ മരുഭൂമിയിൽ വന്നു കിടക്കുന്നു പഠിച്ചവന് വേണ്ടിയാണ്. അപ്പൊ അള്ളാഹുവിനെ അനുസരിക്കുന്ന അടിമകളാണില്ലേ എന്ന ദേഷ്യത്തിൽ ഇബ്ലീസ് തലയിൽ മണ്ണ് വാരിയിടും. മലായികത്തുകൾ ഇങ്ങനെ സംഘം സംഘമായി അവതരിക്കും. അങ്ങനെയുള്ളൊരു പുണ്യരാത്രിയിലാണ് നാം ഉള്ളത്. കടലാസ് കീറി ചിതറിയതുപോലെയാണ് വെള്ളവസ്ത്രധാരികൾ ഇപ്പോൾ അവിടുന്ന് മുത്തലിഫയിൽ കിടക്കുന്നത്. അള്ളാഹു നമ്മയും ഒരുപാട് തവണ ആ മശാഹദുകളിൽ എത്തിച്ചു തരുമാറാകട്ടെ. അവിടെ എത്തിയിട്ടുള്ള നമ്മുടെ സഹോദരങ്ങൾ, നമ്മളോട് ബന്ധപ്പെട്ടവർ, ഉസ്താദുമാർ, അവരെല്ലാവരെയും അള്ളാഹു തആല അമ്ന് നൽകുമാറാകട്ടെ. എല്ലാവരെയും അല്ലാഹു തആല മഖ്ബൂലീങ്ങൾ ഉൾപ്പെടുത്തുമാറാകട്ടെ. ഈ പവിത്രമായ രാത്രിയിൽ നമ്മുടെ ഈ സംഗമത്തെ അല്ലാഹു സ്വീകരിച്ച് അനുഗ്രഹിക്കട്ടെ. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻതത് തവ്വാബുർ റഹീം വഗ്ഫിർ ലനാ യാ ഗാഫിറൽ മുദ്നിബീൻ ആമീൻ ബിഅൻവാഇ റഹ്മതിക യാ അർഹമർ